നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര സ്വാമിയേ ശരണമയ്യപ്പ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷരക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമ. ഭഗവാനെ സന്തോഷിക്കണേ. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരെയും പൊന്നുഗുരുവായൂരപ്പനായിട്ട് കണ്ട് ഞാൻ മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ആദ്യം തന്നെ എൻ്റെ ഗുരുനാഥൻ ഭാഗവതത്തിൽ ശ്രീ വള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി, അദ്ദേഹത്തിനെ മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. എൻ്റെ ഗുരുനാഥൻ്റെ ഗുരുനാഥൻ പരമഗുരു ഭാഗവതഹംസം വള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയെ മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. പരമേഷ്ടി ഗുരു അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ പടപ്പ നീലകണ്ഠൻ നമ്പൂതിരിയെ മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ആ പരമ്പരയുടെ ഏറ്റവും ഉയരത്തിലിരിക്കുന്ന സാക്ഷാൽ കൂടല്ലൂർ കുഞ്ഞിക്കാവ് തമ്പുരാനെ മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഭാഗവതത്തിനെ നമുക്ക് പകർന്നു തന്ന സകല ഗുരുജനങ്ങളെയും ആഞ്ഞം, തോട്ടം, വാഴക്കുന്നം എല്ലാവരെയും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. എല്ലാ ആചാര്യന്മാരെയും നമസ്കരിക്കുന്നു. വാസ്തവത്തിൽ നേരത്തെ മധുചേട്ടൻ പറഞ്ഞ പോലെ ഒരു ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രത്തിൽ വരാനുള്ളൊരു നിയോഗം ഉണ്ടായത്. എൻ്റെ ഗുരുനാഥൻ്റെ ഈ ഒരു ആജ്ഞപ്രകാരം ഇവിടെ വരാൻ സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒപ്പം എൻ്റെ ആദ്യത്തെ സപ്താഹമാണ്. അതിന് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കണം. ഞാൻ മുമ്പ് 2 തവണ ഇവിടെ വന്നിട്ടുള്ളത് ഈ അക്കാഡമിക്കായിട്ടുള്ള ആവശ്യങ്ങൾക്കാണ്. ഞാൻ സിംബയോസിസിൽ ക്ലാസ് എടുക്കാനും പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ് എടുക്കാനും ഒക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. പക്ഷേ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തിൻ്റെ നാമത്തിന് അന്വർത്ഥമായിട്ടുള്ളൊരു കാര്യത്തിന് ഞാൻ ഇവിടെ വരുന്നത്. പൂനെ എന്നുള്ള പേരിൻ്റെ സ്ഥലാർത്ഥം എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. രാഷ്ട്രകൂടന്മാരുടെയൊക്കെ കാലത്ത് ഇതിൻ്റെ പേര് പുണ്യപുരം, പുണ്യവിശേഷം, പുണ്യവിശാലം ഇങ്ങനെയൊക്കെയുള്ള പേരുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന് കാരണം ഇവിടെ ഒരു മഹാദേവനുണ്ടായിരുന്നു. ആ ക്ഷേത്രം ഇപ്പോഴും ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പുണ്യേശ്വരൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഈ പ്രദേശത്ത്. വളരെ ചുരുങ്ങിയൊരു കാലം മാത്രമേ ഈ സ്ഥലത്തിന് ആ പേരിൽ നിന്നൊന്ന് വിട്ടു നിൽക്കേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ എന്തോ പ്രാചീന കാലം തൊട്ട് എത്രയോ മഹത്വമായിട്ടുള്ള ഒരു തീർത്ഥാടന സ്ഥാനമായിരുന്നിരിക്കണം ഈ നഗരം. എന്താണെന്നുണ്ടെങ്കിലും ആ നഗരത്തിൽ ഇത്രയും പുണ്യമായിട്ടുള്ള, ഇത്രയും വിശേഷമായിട്ടുള്ള ഒരു സ്ഥലത്ത് വന്ന് ഭാഗവതത്തിൻ്റെ എന്താ പറയുക പ്രഭാഷണം, ഗുരുവായൂരപ്പൻ എന്താ മനസ്സിൽ തോന്നിക്കണത് പറയാം. ഞാൻ ആദ്യം എപ്പോഴും ഒരു ഡിസ്ക്ലൈമർ ഇടാറുണ്ട്, അവസാനിക്കുമ്പോൾ ഡിസ്ക്ലൈമർ ഇടാറുണ്ട്. എന്തെങ്കിലും നല്ലത് പറഞ്ഞെങ്കിൽ അതൊക്കെ ഗുരുവായൂരപ്പനാണ്, എന്തെങ്കിലും മോശം പറഞ്ഞെങ്കിൽ അത് എൻ്റെ മാത്രമാണ്. അപ്പോൾ ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം ഒന്ന് ചുരുക്കി പറയാമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു ദൗത്യം. സാധാരണ എല്ലാവരും കഥകൾ പറയും. ധാരാളം കഥകളുടെ ഒരു കൂട്ടാണ് വാസ്തവത്തിൽ ഭാഗവതം. എന്നാലും ഈ ഭാഗവതത്തിൻ്റെ അവസാനം 12ാമത്തെ സ്കന്ധത്തിലൊരു ശ്ലോകമുണ്ട്. ശ്ലോകമൊന്നും ഞാൻ പറയുന്നില്ല, ശ്ലോകമൊക്കെ ആചാര്യൻ പറയും. ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇതാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചിന്ത വർദ്ധിച്ചിട്ട് ആൾക്കാർക്ക് എന്താ പറയേണ്ടതെന്ന് അറിയാണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തിട്ട് മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നൊരു ശ്ലോകമുണ്ട്. ഈ കഥ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ശുഗമഹർഷി പറയും പരീക്ഷത്തിൻ്റെ അടുത്ത്, പരീക്ഷത്തെ ഞാൻ ഇത്ര നേരം പറഞ്ഞതൊക്കെ വാഗ്വിലാസമാണെന്ന്. ഞാൻ ഇത്ര നേരം പറഞ്ഞതൊക്കെ വെറും വാക്കുകൊണ്ടുള്ള കളിയാണ്, ഒക്കെ വെറും കഥയാണ്. നിനക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കി തരാനാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത്. ഇത് വെള്ളം തൊടാണ്ട് വിഴുങ്ങും. ആ വെള്ളം തൊടാണ്ട് വിഴുങ്ങുമ്പോൾ സംഭവിക്കണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളത് നമുക്ക് കിട്ടില്ല. നമ്മളൊരു 100 സപ്താഹം കേട്ടാലും കാണാപ്പാഠം പഠിച്ചാലും പരീക്ഷത്തിൻ്റെ യഥാർത്ഥ പേരെന്തായിരുന്നു, ക്വിസ് ഉണ്ടല്ലോ ഇപ്പോൾ വാട്സപ്പിലൊക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ പഠിച്ചാലും നമുക്ക് കാണാപ്പാഠം പഠിച്ചതിൻ്റെ ഫലമേ ഉള്ളൂ. നോക്കൂ, ഗീതയാണെങ്കിലും ഭാഗവതമാണെങ്കിലും രാമായണമാണെങ്കിലും അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമെങ്കിലും ദിവസത്തിൽ ഒരു നേരമെങ്കിലും, 1 മണിക്കൂറെങ്കിലും, 1 മിനിറ്റെങ്കിലും
ജീവിതത്തിൽ പകർത്താൻ സാധിച്ചാൽ ഈ ആചാര്യന്മാരുടെ പരമ്പര സന്തോഷിക്കും. ടീച്ചർമാർക്ക് അങ്ങനെയല്ലേ, വളരെ നല്ല കുട്ടിയായിട്ട് കാര്യമില്ല, ആ പറഞ്ഞൊരു കാര്യം നന്നായിട്ട് അനുസരിച്ച് കാണിച്ച ഒരു സന്തോഷമാണ് അല്ലേ. എല്ലാ ആചാര്യന്മാർക്കും അങ്ങനെയാണ്, അത് ഭഗവാനും അങ്ങനെയാണ്. ഭഗവാനെ കുറേ സ്തുതിക്കുന്നൊന്നും ഭഗവാനെ തട്ടുന്നേ ഇല്ല. നിന്ദയും സ്തുതിയൊക്കെ ഒരേപോലുള്ള ഒരാളാണ്. നോക്കൂ, നിങ്ങൾ ഇത്ര സന്തോഷത്തോടു കൂടിയിട്ട് ഈ കഥ കേട്ടുകൊണ്ടിരിക്കുന്നത് തെക്കോട്ട് നോക്കിയിരിക്കുന്ന ഒരു ശാസ്താവാണ്. ഞാൻ തെക്കോട്ട് നോക്കിയിരിക്കുന്ന ശാസ്താവിനെ കണ്ടിട്ടില്ല. എൻ്റെ ഗ്രാമത്തിൽ കൽപ്പാത്തിയിൽ തെക്കോട്ട് നോക്കിയിരിക്കണ മൂപ്പരുടെ ചേട്ടനുണ്ട്, ഗണപതി. പ്രസന്ന മഹാഗണപതി എന്ന് പറയും, മഹാരാജാവാണ്. കൽപ്പാത്തി തേരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ തേരും അദ്ദേഹത്തിൻ്റെയാണ്. ശരിക്കും വെയിറ്റ് കൊണ്ട് 8.5 ടണ്ണാണ്. കിങ് വരണമാതിരിയാണ്. അപ്പോൾ തെക്കോട്ട് നോക്കിയിരിക്കുന്ന ദേവതകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, അവർ മരണത്തിനെ അഭിമുഖീകരിക്കണവരാണ്. തെക്കുന്ന് വരുന്ന കാളിയെ, മഹാകാളി അഭിമുഖീകരിച്ചിരുന്നവനാണ് ദക്ഷിണാമൂർത്തി. ഭഗവാൻ തെക്കോട്ട് നോക്കിയിട്ടായിരിക്കണം. അപ്പോൾ തെക്കോട്ട് നോക്കിയിരിക്കുന്ന ദേവന് അദ്ദേഹം പത്നിയോട് കൂടിയിരുന്നാലും ശരി, ഒറ്റയ്ക്കിരുന്നാലും ശരി, ഗുരുവായിട്ടുള്ള ശാസ്താവാണ് സ്വാമി. ഇവിടെ ശരിക്കും ഗുരുനാഥനെയാണ് കാണുന്നത്. ആ ഗുരുനാഥനായിട്ടുള്ള ശാസ്താവിൻ്റെ കഥ നമ്മുടെയൊക്കെ അറിവിലുള്ള കഥയിൽ എങ്ങനെയാണ്? പാലാഴി മഥനം കഥ. ഭഗവാൻ മോഹിനി വേഷം എടുക്കുന്നു, ശിവൻ മോഹിക്കുന്നു, അതിലുണ്ടായ പുത്രൻ, ഇത് സങ്കല്പം. ഇതാണ് നമ്മുടെ കഥ. ഭാഗവതത്തിൽ ഈ കഥ കാണില്ല. ഭാഗവതത്തിൽ സ്വാമിയുടെ ജനനം ഇല്ല. അതിലൊരു പ്രധാന ഭാഗമുണ്ട്. പക്ഷെ എന്താ ഭാഗച്ച, ഇങ്ങനെ മോഹിനിയുടെ വേഷമൊക്കെ കഴിഞ്ഞ് ആ രംഗമൊക്കെ കഴിഞ്ഞു. അതിന് ശേഷമാണ് മഹാദേവൻ ഈ വിവരം അറിയണത്. അപ്പോൾ ഇതൊന്ന് കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂട്ടി ഇങ്ങനൊരു രൂപമുണ്ടോ, അതെന്താണ് എന്നറിയാനായിട്ടുള്ള യാത്രയാണ്. ഭാര്യയും കൂട്ടിയാണ് പോകണം, ശ്രീപാർവതിയും കൂട്ടിയാണ് വൈകുണ്ഠത്തിൽ ചെല്ലുന്നത്. അവിടെ ചെന്നിട്ട് പറയും, എനിക്ക് അങ്ങയുടെ മോഹിനി രൂപം കാണണം എന്ന് പറയും. മോഹിനി രൂപം കാണിച്ചു കൊടുത്ത മാത്രയിൽ അത് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. കാണിച്ചു കൊടുത്ത മാത്രം സ്വന്തം ഭാര്യ നോക്കി നിൽക്കുന്നുണ്ട് എന്നുള്ള ബോധം പോലും ഇല്ലാണ്ട് ആ സൗന്ദര്യത്തിൽ മോഹിച്ച് പുറകെ പോയി എന്നാണ്. ആ സൗന്ദര്യം മോഹിച്ച് പുറകെ പോയി എന്നാണ്. അതിൻ്റെ അവസാനത്തിൽ ഭഗവാൻ പൂർണ്ണമായിട്ടും വിഷ്ണുവിൻ്റെ മായയിൽ കുടുങ്ങിക്കഴിഞ്ഞ നിമിഷത്തിൽ മഹാദേവൻ യോഗി ആയതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് തിരിച്ചറിവ് വരും. സത്യം, മഹാദേവന് മാത്രമേ അത് സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ നാരായണൻ പറയണൊരു വാചകമുണ്ട്, അങ്ങ് മാത്രമാണ് എൻ്റെ മായെന്ന് അല്പമെങ്കിലും രക്ഷപ്പെട്ട ആളെന്ന്. അപ്പം നമ്മുടെയൊക്കെ അവസ്ഥ എന്താ? അതുകൊണ്ടാണ് ശൗനക മഹർഷി ഈ ഇത്ര നേരം ആചാര്യൻ വായിച്ച ആ 1-ാമത്തെ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ചോദിക്കണം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഭഗവാന്റെ മായയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണെന്നാണ് ചോദിക്കണം. നമ്മൾ മായയിലാ പെട്ട് കിടക്കണമെന്ന് പോലും നമുക്കറിയില്ല. നമ്മളെ ചൂഴ്ന്ന് നിൽക്കുന്ന പ്രോബ്ലം എന്താണെന്ന് അറിയാണ്ട് നമുക്കൊരിക്കലും പ്രോബ്ലം സോൾവിങ് പറ്റില്ല. അത് ജീവിതത്തിലാണെങ്കിലും കോർപ്പറേറ്റ് വേൾഡിലാണെങ്കിലും എന്തിനാണെന്നുണ്ടെങ്കിലും അങ്ങനെയാണ്. പ്രശ്നം എന്താണെന്ന് ആദ്യം വൃത്തിയായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റണം. ഡിഫൈൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അത് നടക്കില്ല. അപ്പോൾ ചോദ്യം അതാണ്, മായയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യം. മഹാത്മ്യം 2 മഹാഗ്രന്ഥങ്ങളിലുണ്ട്. ഒന്ന് പത്മപുരാണത്തിൽ, അതാണ് നമ്മൾ സമ്പ്രദായമായിട്ട് ഈ വായിക്കുന്ന 6 അധ്യായം. അതുകൂടാതെ സ്കാന്ദപുരാണത്തിലുണ്ട്. സ്കാന്ദപുരാണത്തിലെ ഭാഗവത മഹാത്മ്യം കുറച്ചുകൂടെ കർക്കശ. ഒരുപക്ഷെ അതുകൊണ്ടാണോ അതിനെ അധികം പ്രചരിപ്പിക്കാനേ തോന്നുന്നു. കാരണം അതിൽ പറയുന്ന റൂൾസ് കേട്ട് കഴിഞ്ഞാൽ പേടിച്ചിട്ട് ഭാഗവതം കയ്യിലെടുക്കില്ല ഇന്നത്തെ കാലത്തെ ആൾക്കാർ. അത്ര റെവറൻസോട് കൂടിയിട്ട് സമീപിക്കേണ്ട ഒരു ഗ്രന്ഥമാണ്. നോക്കൂ, ഇതിൽ തന്നെ 6-ാമത്തെ അധ്യായത്തിൽ ഭാഗവതം ശ്രവിക്കേണ്ട കാര്യങ്ങൾ വരുന്ന സമയത്ത് സത്സംഗത്തിൻ്റെ നിയമങ്ങൾ പരോക്ഷമായിട്ടും കുറച്ച് തെളിച്ചിട്ടും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് തന്നെ ഉദ്ധവോപദേശത്തിലും കണക്റ്റാവും. ഭഗവാൻ സത്സംഗത്തിൻ്റെ പറയുന്നുണ്ട്. സത്സംഗം എന്ന് പറഞ്ഞാൽ സത്യത്തിനോട് ചേർന്ന് എപ്പോൾ ഇരിക്കണോ അത് സത്സംഗം എന്നാണ്. അതിന് 10 പേര് കൂടിയിരിക്കണം നിർബന്ധമൊന്നുമില്ല. കൂടിയിരുന്നാലും അത് സത്യത്തിനോട് ചേർന്നിരിക്കണം, അല്ലാണ്ട് പരദൂഷണമാവരുത്. ഇടയിൽ വരുന്ന ആൾക്കാരെ വിളിച്ച് മുന്നിലേക്ക് ഇരുത്തുക, ഇടയിൽ നടക്കുക, സംസാരിക്കുക, ഇതൊക്കെ സത്സംഗ വിരുദ്ധമായിട്ടാണ് ഭാഗവതം പറയുന്നത്. ഇത് ഈ എന്താ പറയുക,
അതിനോടുള്ള അപമര്യാദയാണെന്ന് മാത്രമല്ല, അത് കൂടുതൽ കർമ്മത്തിനെ ജനിപ്പിക്കുകയും ചെയ്യുന്നു. സ്കാന്ദപുരാണം പേടിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ പത്മപുരാണം അത്ര പേടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് പത്മപുരാണത്തിലെ കഥകൾ മാത്രം ഇപ്പോൾ തൽക്കാലം നോക്കിയാൽ മതി. താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും സ്കാന്ദപുരാണത്തിൻ്റെയൊക്കെ ട്രാൻസ്ലേഷൻസ് കിട്ടും, നെറ്റിൽ കിട്ടും, വായിക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കാലങ്ങളായിട്ട് സപ്താഹങ്ങൾ കേൾക്കുന്നുണ്ട്. കാലങ്ങളായിട്ട്, എത്രയോ കാലങ്ങളായിട്ട് ഭഗവാനെക്കുറിച്ച് കേൾക്കുമ്പോൾ കണ്ണീരൊഴുകുന്ന ആ നിമിഷം അല്ലാതെ നമ്മൾ പിന്നെ എത്ര നേരം നമ്മൾ ഭഗവാനെ നമ്മുടെ ജീവിതത്തിൽ ബന്ധിപ്പിച്ച് നിർത്തുന്നുണ്ട്? എത്ര നേരം നമുക്ക് നമ്മുടെ ഓരോ ക്രിയയും അദ്ദേഹത്തിനായിട്ട് സമർപ്പിച്ച് ജീവിക്കാൻ സാധിക്കുന്നുണ്ട്? ഭാഗവത ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഷായ വസ്ത്രം ധരിച്ച് സകലത് ഉപേക്ഷിച്ച് വീട്ടിലെ ഗൃഹസ്ഥാശ്രമം വലിച്ചെറിഞ്ഞ് പോകുക എന്നുള്ളതല്ല. ഇതിലിരുന്നു കൊണ്ട് നന്നായിട്ട് ജീവിച്ച് കാണിക്കുക എന്നുള്ളതാണ്. കാരണം ഭഗവാനെ ഗൃഹസ്ഥനായിരുന്നു. ഗാർഹസ്ഥ്യം അതിൻ്റെ മഹിമ എന്താണെന്ന് അറിയണമെങ്കിൽ എല്ലാവരും സാധാരണ ഭാഗവതത്തിനെ സന്യാസധർമ്മത്തിനെ ഉയർത്തിപ്പറയുന്ന ഒരു രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ് പതിവ്. എൻ്റെ എളിയ രീതി വ്യത്യാസമാണ്. കാരണം ഞാൻ കുടുംബവും കുട്ടിയുള്ള ആളാണ്. ഞാൻ കാഷായ വസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളിതെല്ലാം കേൾക്കും, എന്നിട്ട് പറയും ആ അദ്ദേഹത്തിന് അങ്ങനെ പറയാം, അദ്ദേഹത്തിന് കുടുംബമില്ല കുട്ടിയില്ല, നമുക്കല്ലേ അറിയുള്ളൂ നമ്മുടെ പ്രാരബ്ധം. പക്ഷെ എൻ്റെ അടുത്ത് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ഇനി വരണ 7 ദിവസവും കഠിനമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഗുരുവായൂരപ്പൻ പറയിപ്പിച്ചാൽ പറയാം നിങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം എന്താ വെച്ചാൽ ഞാനതനുസരിക്കുന്നുണ്ട്. എനിക്കും ഈ പ്രാരബ്ധമുണ്ട്, എല്ലാവിധ ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഔദ്യോഗികമായിട്ടും എന്താ പറയുക, ഒരു ഗൃഹസ്ഥന് വേണ്ട എല്ലാ ബുദ്ധിമുട്ടുകളുള്ളൊരു സാധാരണ മനുഷ്യനെ. അപ്പം നമുക്കിത് അന്യോന്യമുള്ളൊരു ചർച്ചയാണ് വാസ്തവത്തിൽ ഭാഗവതത്തിൻ്റെ പാരായണം എന്ന് പറഞ്ഞാൽ തന്നെ. അത് വെറുതെ കേട്ടുപോക്ക് മാത്രമല്ല, ആചാര്യൻ പറയുന്നതിൻ്റെ മന്ത്രശക്തി നിങ്ങളിലേക്ക് താനെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതിലൊരു വിചാരം വരേണ്ടതുണ്ട്. സത്സംഗം എപ്പോഴാണ് സത്സംഗം വെച്ചാൽ കേട്ട കാര്യത്തിനെ പിന്നെ മനസ്സിലിട്ട് വിചാരിച്ച് മനനം ചെയ്ത് അത് നമ്മുടെ ഉള്ളിലേക്ക് എടുത്തു കഴിയുമ്പോൾ, അങ്ങനെ എടുത്തു കഴിയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിൽ ഭാഗവതം വെളിപ്പെടും. ഒരാൾക്കുള്ള മാതിരിയല്ല അടുത്തുള്ള. നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഗുരുവായൂരപ്പനാണ്. 1 കോടി ആൾക്കാർക്ക് 1 കോടി ഗുരുവായൂരപ്പനുണ്ട്. ആ ഓരോ ഗുരുവായൂരപ്പനും നമ്മുടെ ആത്മാവിൽ നിന്ന് ഉണ്ടാവണം, നമ്മുടെ സങ്കല്പശക്തിയിൽ നിന്ന് ഉണ്ടാവണം. നമ്മുടെ സങ്കല്പശക്തിക്ക് അനുസരിച്ചാണ് നമുക്ക് ദർശനം കിട്ടണം. നമ്മുടെ സങ്കല്പശക്തിക്കും ഗ്രാഹ്യശേഷിക്കും നമ്മളിടുന്ന അധ്വാനത്തിനനുസരിച്ചിട്ടാണ് ഭാഗവതം ഗുരുവായൂരപ്പനായിട്ട് നമ്മുടെ അകത്ത് തെളിയുള്ളൂ. അല്ലാണ്ട് വെറുതെ പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭാഗവതത്തിനെ പ്രത്യക്ഷ കൃഷ്ണ ആക്കണമെങ്കിൽ നമ്മുടെ എഫർട്ട് വേണം. നമ്മുടെ എഫർട്ടില്ലാണ്ട് അത് നടക്കില്ല. ഇത് ഇന്നത്തെ കാലത്ത് നിങ്ങൾ അനവധി ഭാഗവതം കേട്ടിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ ഇതെന്താ ഇങ്ങനെ പറയണമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഭാഗവതം ഇന്ന് എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ്. വീട്ടിലെ പണിയുന്നോ പ്രാരബ്ധത്തിൽ നിന്നോ രക്ഷപ്പെടാൻ കുറച്ച് നേരം ഇവിടെ വന്നിരിക്കുക, അടുക്കളയിൽ ജോലി ചെയ്യേണ്ട, അപ്പോൾ അത്രയും നേരം ഇവിടെ ഇരിക്കാം, കഥ കേൾക്കാം, എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് ഭാഗവതം കണ്ടു പറയും എന്താ കഴിഞ്ഞ ആഴ്ച ഈ ദിവസമൊക്കെ എന്ത് സുഖമായിരുന്നു അല്ലേ. ഇതല്ലേ ഭാഗവതം. മള്ളിയൂർ വെച്ചിട്ട് 2 വർഷം മുമ്പ് സാക്ഷാൽ വിഠൽദാസ് മഹാരാജ് അവിടെ വന്നു. ജയകൃഷ്ണ ദീക്ഷിതർ, ശേങ്കാളിപുരത്തിൻ്റെ അനന്തരവൻ. ശേങ്കാളിപുരം അനന്തരാമ ദീക്ഷിതർ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നാരായണീയത്തിനെ കേരളത്തിൻ്റെ പുറത്ത് മുഴുവൻ വിജയക്കൊടി പാറിപ്പിച്ച ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അനന്തരവനാണ്, സഹോദരപുത്രനാണ്. അദ്ദേഹം അറിയും, ഭജന സമ്പ്രദായം അറിയണവർക്കൊക്കെ അറിയും വിഠൽദാസ് മഹാരാജ് പറഞ്ഞ ആരാന്ന്. ഈസ് എ കിങ്. അപ്പോൾ മള്ളിയൂർ വളരെ പ്രിയമാണ്, അവിടെ വരും. അപ്പോൾ പരമേശ്വരൻ്റെ അടുത്തും ദിവാരേട്ടൻ്റെ അടുത്തും വന്നു. അപ്പോൾ ആ വർഷം അദ്ദേഹം വരുന്ന സമയത്ത് രാവിലെ തന്നെ ഞാനവിടെ ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം അവിടെ മള്ളിയൂരത്തെ ഇല്ലത്തിൻ്റെ ആ പുറത്തൊരു ചാരുകസേലയിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു, നീ സപ്താഹം നടത്താറുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല, നീ നടത്തരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ശാലയിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഈ സപ്താഹം കേൾക്കാൻ ഇപ്പോൾ ഈ വരുന്ന ആൾക്കാർ ഇവരൊരു 300 സപ്താഹം കേട്ടിട്ടുണ്ടാവും. ഇതിലെത്ര പേർക്ക് ഇത് അകത്തേക്ക് കിട്ടിയിട്ടുണ്ടാവും? അതുകൊണ്ട് ഇത് അകത്തേക്ക് കിട്ടണമെങ്കിൽ സപ്താഹങ്ങൾ കഴിയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുന്ന പോലെ കഥകൾ പറയണം. അത് സപ്താഹം കഴിഞ്ഞിട്ട് അവസാനിക്കുന്ന സമയത്ത് ദിവാരേട്ടനോടാണ്, അദ്ദേഹത്തിൻ്റെ സഹോദരനോടാണ് പറഞ്ഞത്, എന്നോടും അദ്ദേഹത്തിനോടായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എന്താ, ആ വഴിയിൽ പുറത്തുനിന്ന് അമ്പലത്തിലേക്ക് സ്റ്റോക്കൊക്കെ കൊണ്ടുവരുന്ന ഒരു ഓട്ടോറിക്ഷക്കാരന് പോരുകയാണ്. അയാൾ ബില്ല് കൊടുത്തിട്ട് കാശ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ നേരത്തെ ഈ കഥ കേൾക്കും. അവൻ്റെ മനസ്സിൽ ഭഗവാൻ കയറിക്കൂടും എങ്ങനെയോ.
പിന്നെ അവൻ ഇത് ശ്രദ്ധിക്കും. ഇങ്ങനെ പടിയായിട്ട് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഈ ധർമ്മം നിൽക്കില്ല. അത് സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. അവരൊക്കെ ആചാര്യന്മാരാണ്, ഇതിൻ്റെ മർമ്മം അറിഞ്ഞ ആൾക്കാരാണ്. ഭഗവാൻ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കണമെന്നാണ് ഭാഗവതം പറയണത്. ചെവി കൂടെയാണെന്നാണ് പറയണത്. ചെവി കൂടെയാണ് പ്രവേശിക്കുന്നത്. അതുകൊണ്ടാണ് നവധാഭക്തിയിൽ ഒന്നാമതായിട്ട് ശ്രവണം പറയണത്. ഗർഭത്തിൽ കിടക്കണ പ്രഹ്ലാദന് ഒന്നും കാണാൻ പറ്റില്ല, അമ്മയുടെ വയറ്റിലാണ്, കേൾക്കുന്നത് ശബ്ദം മാത്രം. അങ്ങനെയാണ് നാരായണനാമം ആദ്യം കേട്ടത്. കുഞ്ഞുങ്ങളാവുമ്പോൾ നമുക്ക് റോഡ്സും കോൺസും ഒന്നും ഡെവലപ്ഡ് ആയിരിക്കില്ല, ഒന്നും കാണില്ല. നമ്മൾ അമ്മയെ കണ്ട് ചിരിക്കണു, അച്ഛനെ കണ്ട് ചിരിക്കണു എന്നൊക്കെ പറയും കുട്ടികൾ. കുട്ടിക്കൊന്നും കാണില്ല, കുട്ടിയുടെ കണ്ണൊക്കെ ക്ലാരിറ്റിയൊക്കെ ആയി വരുന്നേ ഉള്ളൂ. പക്ഷെ കുട്ടിക്ക് കേൾക്കാം. ആ സമയത്ത് പ്രസവിച്ച് വീണൊരു കുട്ടിയുടെ ചെവിയിൽ ഭഗവാന്റെ നാമം ഉപദേശിച്ചു കൊടുക്കണ അമ്മയാണ് അമ്മ. അങ്ങനെ ചെവിയിൽ കൂടെയാണ് ഭഗവാൻ പ്രവേശിക്കുന്നത് നമ്മളിലേക്ക്. പിന്നെ അതിൽ പിടിച്ചാണ് പൂർവജന്മ വാസനയ്ക്കനുസരിച്ച് നമ്മൾ ഈ കയറി വരും. അപ്പോൾ ആദ്യം ഉണ്ടാവുന്നത് ഭഗവാനോടുള്ള സ്നേഹമാണ്. ഞാൻ ഭക്തി എന്നുള്ള വാക്കതി ഉപയോഗിക്കാറില്ല. ഭഗവാനോടുള്ള സ്നേഹം. നമ്മളെങ്ങനെ അന്യോന്യം സ്നേഹിക്കണം അതുപോലെ ഭഗവാനെ സ്നേഹിക്കാൻ പഠിച്ചാൽ ഭഗവാനോട് തെറ്റ് ചെയ്യാൻ നമുക്ക് തോന്നില്ല. ഭഗവാനെ സ്നേഹിക്കാൻ പഠിക്കുമ്പോൾ താനെ വരണ ഒരു കാര്യം എന്താ വെച്ചാൽ അവനവനെ ചതിക്കാൻ തോന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ചതി അവനവനെ ചതിക്കില്ല. ഭാഗവതം പഠിപ്പിച്ചു തരുന്ന ഒരു പ്രധാന പാഠമാണ് ആത്മവഞ്ചന എന്ന് പറയുന്നത്. ആണ് യഥാർത്ഥത്തിലുള്ള ഏറ്റവും വലിയ വഞ്ചന. അനവധി ദൃഷ്ടാന്തങ്ങൾ വരും. ഇനി അത് അവനവനെ ചതിക്കാത്തവൻ മറ്റൊരാളെ ചതിക്കില്ല. അത്രയല്ലേ വേണ്ടു നമുക്ക്. സമൂഹം നന്നാവാൻ വേറൊന്നും വേണ്ട. എങ്ങനെയാണ് അത് അവനവനെ ചതിക്കാതിരിക്കുക? അവനവൻ ആ സത്യവസ്തുവാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാക്കുക. സത്യവസ്തുവാണ് അവനവൻ എന്നുള്ള തിരിച്ചറിവുണ്ടായാൽ അവനവൻ പിന്നെ എങ്ങനെ അവനവനെ ചതിക്കാൻ പറ്റും? ഒരിക്കലും സാധിക്കില്ല. ഭാഗവതം എങ്ങനെയാണ് തുടങ്ങണം? ആചാര്യൻ ഒന്നാമത്തെ ശ്ലോകം ചൊല്ലി ജന്മാദ്യസ്യതോ എന്ന് പറഞ്ഞ് തുടങ്ങണം. ബ്രഹ്മസൂത്രത്തിൻ്റെ രണ്ടാമത്തെ സൂത്രം വെച്ചിട്ട് ഉൽപ്പത്തി മുതൽക്ക് ഉണ്ടായിട്ടുള്ള എല്ലാം എന്നാണ് പറയണത്. ജനിച്ച തൊട്ടിട്ടുള്ള എല്ലാം സകലതും എന്ന് പറഞ്ഞ് നിർത്തുകയാണ് ബാദരായണൻ വ്യാസമഹർഷി. അതിനെ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് ആ ഒറ്റ ശ്ലോകമായിട്ട്. അപ്പോൾ വേദാന്തത്തിൻ്റെ കടലിനെ അരച്ച് കലക്കിയെടുത്താണ് ബ്രഹ്മവിദ്യ. ബ്രഹ്മാകാര വൃത്തിയെ എങ്ങനെ ബ്രഹ്മത്തിൽ മനസ്സിനെ ഉറപ്പിച്ച് നിർത്താനുള്ള വിദ്യ പഠിപ്പിക്കണ ശാസ്ത്രമാണ് ഭാഗവതം. അതിൻ്റെ ആ ശ്ലോകത്തിൻ്റെ അവസാനം വരുന്നൊരു വാക്കുണ്ട്, അല്ലെങ്കിൽ ഒരു മന്ത്രമുണ്ട്. അതാണ് അതിലത്തെ ഗായത്രി. സത്യം പരം ധീമഹി എന്ന് പറയും. എല്ലാ പ്രഭാഷണത്തിലും ഞാൻ ഏറ്റവും കൂടുതൽ ഈ 3 അക്ഷരത്തിൽ വാക്കിൽ പിടിച്ചിട്ടാണ് ഭാഗവതത്തിനെ നോക്കിക്കാണാൻ ശ്രമിക്കാറ്. കാരണം അത് എഴുതിയ സാക്ഷാൽ വേദവ്യാസ മഹർഷിക്കോ, അതിന് പ്രചോദനമായിട്ടുള്ള നാരദ മഹർഷിക്കോ, അതുമല്ലെങ്കിൽ വ്യാസമഹർഷി പഠിപ്പിച്ച ശ്രീശുക ബ്രഹ്മർഷിക്കോ, അതിനുശേഷം പിന്നീട് അത് പറഞ്ഞ സനകാദികൾക്കോ, അല്ലെങ്കിൽ അതിനുശേഷം ആ ഭാഗവതം പ്രചരിപ്പിച്ച എത്രയോ മഹത്തുക്കൾക്കോ. ഇനി അതൊന്നും പോരാ. ജയദേവൻ്റെ കാലഘട്ടത്തിൽ ജയദേവൻ്റെ സ്വന്തം ജ്യേഷ്ഠൻ ഗോപദേവൻ, അദ്ദേഹമാണ് ഇന്നത്തെ ഭാഗവതത്തിനെ ഇന്ന് എഡിറ്റ് ചെയ്ത് ഇന്നത്തെ രൂപത്തിൽ നമുക്കാക്കി തന്നത്. ഇത് നശിച്ചു പോയിരിക്കുന്നു. പുരി ക്ഷേത്രത്തിൽ വെച്ചിട്ട് അദ്ദേഹമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഭാഗവതത്തിൻ്റെ പാഠത്തിന് 2 പാഠമുണ്ട്. സദേൺ റിസെൻഷൻ, നോർത്തേൺ റിസെൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ കോമൺ ആയിട്ടുള്ളൊരു പാഠത്തിനെ ഇന്ന് നമ്മൾ പഠിക്കുന്നതും പ്രചരിപ്പിക്കുന്നതുമായിട്ടുള്ളത് ഉണ്ടാക്കി തന്നത് ഗോപദേവനാണ്. ജയദേവൻ്റെ ചേട്ടനായിരുന്നു. അദ്ദേഹത്തിനും പറയാൻ അദ്ദേഹം കൃഷ്ണഭക്തൻ. അവരാരും കൃഷ്ണം വരം ധീമഹിന്നോ അല്ലെങ്കിൽ ശിവം വരം ധീമഹിന്നോ ദേവി വരം ധീമഹിന്നോ ഒന്നും എഴുതി മാറ്റിയില്ല. അതിനെ സത്യം വരം ധീമഹി എന്ന് തന്നെ അവർ റിട്ടൈൻ ചെയ്തു. അതെന്തുകൊണ്ടാണ് കാരണം? അവിടെ രൂപം വിഷയമല്ല. അയ്യപ്പൻ്റെ ഭക്തന് അത് ശാസ്താവരം ധീമഹി എന്ന് പറയാം, അല്ലെങ്കിൽ ദേവിയുടെ ഭക്തന് ദേവീപരം ധീമഹി എന്ന് പറയാം, ശിവൻ്റെ ഭക്തന് ശങ്കരം പരം ധീമഹി എന്ന് പറയാം, കൃഷ്ണൻ്റെ ഭക്തന് കൃഷ്ണൻ പരം ധീമഹി അല്ലെങ്കിൽ നാരായണം പരം ധീമഹി എന്ന് പോലും പറഞ്ഞില്ല. സത്യം പരം ധീമഹി എന്ന് അടിച്ചുറപ്പിച്ച് പറഞ്ഞു. അവസാനിക്കുമ്പോഴും പറഞ്ഞു സത്യം പരം ധീമഹി. ഞാൻ പറഞ്ഞു കിട്ടുന്നുണ്ടോ? സത്യം പരം ധീമഹി. ആ സത്യവസ്തു അവനവൻ തന്നെയാണ്. ഈ ബോധത്തിനെ 7 ദിവസം കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഭയങ്കര പ്രക്രിയയാണ് ഭാഗവതം. അതിൻ്റെ റിസൾട്ട് എന്താ? ആരും ഞെട്ടണ്ട, മരിക്കാൻ പഠിക്കുക. എങ്ങനെ നന്നായി മരിക്കാൻ പഠിക്കാമെന്ന് പഠിപ്പിക്കണം. 7 ദിവസം കൊണ്ട് പഠിപ്പിക്കുന്ന വിദ്യയാണ് ഭാഗവതം. നമ്മൾ സാധാരണ ഒരു കഥയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആ കഥയ്ക്ക് കഥയുടേതായിട്ടുള്ളൊരു പ്രോഗ്രഷൻ വേണം. ആ പ്രോഗ്രഷൻസിൻ്റെ ഉള്ളിൽ ഗുണപാഠങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഗുണപാഠങ്ങൾ ക്രമാനുക്രമമായിട്ടേ പഠിപ്പിക്കാൻ പാടുള്ളൂ. LKG ലെവലിൽ LKG,
UKG ലെവലിൽ അടുത്തത്, അത് കഴിഞ്ഞ് 1-ാം ക്ലാസ്, അത് കഴിഞ്ഞ് 2-ാം ക്ലാസ്, അങ്ങനെ കയറി പഠിച്ച് PG വരെ എത്തി. പിന്നെ MPhil PhD ഒക്കെ സൗകര്യം മാറി. ഭാഗവതത്തിൻ്റെ ക്രമം അതേപോലെയാണ് പോകുന്നത്. നമ്മുടെയൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ആദ്യമേ കയറി 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ ഭഗവത്ഗീത പഠിപ്പിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഈ 3-ാം ക്ലാസ്സിൽ പഠിക്കേണ്ട കുട്ടി പഠിക്കേണ്ടതല്ല ഭഗവത്ഗീത. ഭഗവത്ഗീത ശരിക്ക് പഠിക്കേണ്ടത് ഒരു ഡിഗ്രി തലത്തിലോ PG തലത്തിലോ ആണ്. ഞാൻ പറഞ്ഞ ആധ്യാത്മികതയുടെ PGയാണ് പറഞ്ഞത്. PhD ആണ് ഉദ്ധവഗീത. ഉദ്ധവഗീതയുടെ അപ്പുറത്തേക്ക് നമുക്കിനി ഒന്നും പോകാനില്ല. ഗീതയുടെ മുകളിലാണ് വരുന്നത്. കാരണം ഹൗ ടു ബി സക്സസ്ഫുൾ എന്നാണ് പഠിപ്പിക്കുന്നത് ഗീത. ഉദ്ധവഗീത ഹൗ ടു റിമെയിൻ സക്സസ്ഫുൾ ആൻഡ് അറ്റൈൻ ഫൈനൽ കോഴ്സ് എന്നാണ്. ആ തരത്തിൽ ഇതിനെ നോക്കിക്കാണുക. ഇന്നത്തെ ദിവസം ഈ ഇൻട്രൊഡക്ഷനിൽ ഇതൊക്കെ പറയുള്ളൂ. നാളെ കാരണം ഈ ഒരു ഗ്രൗണ്ടിങ് വെച്ചിട്ട് നമ്മൾ ഗീതയെ കാണാൻ, അല്ലെങ്കിൽ ഭാഗവതനെ കാണാൻ തുടങ്ങിയ ഇന്ന് വരെ നമുക്ക് കിട്ടാത്തൊരു ഉൾക്കാഴ്ച കിട്ടാൻ തുടങ്ങും. അപ്പോൾ അവസാനം ശുഗമഹർഷി ഇതൊക്കെ വാഗ്വിലാസം മാത്രമാണ് പരീക്ഷിത്തതെന്ന് പറഞ്ഞതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാവും. അല്ലാണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് TV ചാനലിൽ കയറിയിട്ട് അതൊക്കെ വാഗ്വിലാസമാണ് നൈത്തന്നെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ തിരിച്ചു മറുപടി പറയാൻ പറ്റാത്ത വിഡ്ഢികളെ പോലെയാണ് നമ്മൾ ഇരിക്കണമെന്ന് ചാനൽ ചർച്ചകളിൽ. അയാൾ പഠിച്ചിട്ടാണ് വരണത്. ഇത് കൊണ്ടു നടക്കണമെന്ന് പറഞ്ഞാൽ നമുക്കറിയുന്നില്ല. അതിൽ നിന്ന് നമ്മളോ ഈ അവസ്ഥ നമ്മുടെ അടുത്ത തലമുറയ്ക്കെങ്കിലും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ചാറ് ഇപ്പോഴേ സ്വീകരിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തിയേ പറ്റൂ. കഥകൾ ഫാൻസിയാണ്, ഒരു സംശയമില്ല. കണ്ണൻ്റെ കഥ കേട്ടാൽ ആരും കണ്ണീര് തൂക്കും, ചിരിക്കും, ആനന്ദത്തിൽ ആറാടും ഒക്കെ ശരി. പക്ഷേ അതിനുവേണ്ടി മാത്രമായിട്ടത് പോകരുത്. അത് മാത്രമായി അത് എൻ്റർടൈൻമെൻ്റ് ആവും. കണ്ണൻ്റെ കഥ കുറച്ച് നേരം കേട്ടോണ്ടിരിക്കാം. അതിനല്ല, ആത്മവിചാരം ചെയ്യണം. അതിന് സന്യാസിയാവുക, ഭയങ്കര ബുദ്ധിമാനാവുക, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലെ എല്ലാ കഥകളും പറഞ്ഞിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ ഈ പത്മപുരാണത്തിൽ വരുന്ന 2 പ്രധാന വിഷയങ്ങളെന്ന് പറയുന്നത്, ഒന്ന് ആ കഥ തുടങ്ങുമ്പോൾ 1-ാമത്തെ ചാപ്റ്ററിൽ തന്നെ വരുന്നുണ്ട്. നാരദ മഹർഷി ഇങ്ങനെ പ്രപഞ്ചം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരാളാണ്. നാരദൻ അറിയാത്ത കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നാരദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നാരദനാണ്, അല്ലേ, ഏഷണി എന്നാണ് നമ്മൾ പറയുക. അങ്ങനെ ആക്കി പറഞ്ഞിട്ട് വാസ്തവത്തിൽ ആ പറയുന്ന ഓരോ തവണ അദ്ദേഹത്തിൻ്റെ പേരുപയോഗിച്ച് മറ്റൊരാളെ അങ്ങനെ വിളിക്കുമ്പോഴും നമ്മൾ വലിയൊരു കർമ്മം ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. ഇത് പലർക്കും അറിയില്ല. നോക്കൂ, ആ അധ്യായം അവസാനിച്ചപ്പോൾ 2 പ്രാവശ്യം ആ ശ്ലോകം ചൊല്ലി, സകല കുശലപാത്രം ബ്രഹ്മപുത്രം നദാസ്മി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്ന ബ്രഹ്മപുത്രനെ വീണ് നമസ്കരിക്കണമെന്ന്. നാരദൻ ആരാണെന്ന് മനസ്സിലായാൽ പിന്നെ നമുക്കിതൊന്നും പറയാൻ തോന്നില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പം മനസ്സിലാവും. അറിയുന്നവരുണ്ടാവും, ക്ഷമിക്കുക. ഞാൻ ഇതൊക്കെ അതിൻ്റെ മൂലം അറിയണമെന്ന് ആഗ്രഹിക്കണ ആരൊരാൾ ഇതിൻ്റെ അകത്തുണ്ടാവും. ആ ആൾക്ക് വേണ്ടിയിട്ട് അത് പറയണം. നമ്മൾ സ്വപ്നം കാണാറുണ്ട്. സ്വപ്നം കണ്ടിട്ട് രാവിലെ എണീച്ചിട്ട് നമുക്ക് സ്വപ്നം കണ്ടത് മുഴുവൻ ഓർമ്മയുണ്ട്. നമ്മൾ ആ സ്വപ്നത്തിനെ അതേപടി എടുക്കുമോ, അതോ ആ സ്വപ്നത്തിൻ്റെ അർത്ഥം എന്തായിരിക്കും ആലോചിക്കുമോ? എന്താ ചെയ്യാറ്? ഒട്ടുമിക്ക പേര് എന്നാലും ഞാൻ എന്തിനാ അങ്ങനെ ഒരു സ്വപ്നം കണ്ട് അതിൻ്റെ അർത്ഥം എന്തായിരിക്കും എന്ന് ആലോചിക്കുക. പക്ഷേ ഭഗവാന്റെ കഥ കേട്ടാൽ മാത്രം അത് ആലോചിക്കില്ല, ഇതിൻ്റെ അർത്ഥം ആലോചിക്കില്ല. കഥയായിട്ട് കേൾക്കും. അത് അവിടെ കൃഷ്ണൻ കാളിയൻ്റെ മുകളിൽ ചാടിക്കയറി തലയൊക്കെ ചവിട്ടി പൊളിച്ചു എന്ന് പറഞ്ഞാൽ അതാണ് കഥ. അത് കഥ അവിടെ കിട്ടി, നമുക്ക് കഥയാണ് നമുക്ക്. പക്ഷേ അതിൻ്റെ അർത്ഥം ആലോചിക്കില്ല. നമ്മൾ സാധാരണ സ്വപ്നത്തിന് കൊടുക്കുന്ന പ്രാധാന്യം പോലും ഈശ്വര കഥയെ ചിന്തിക്കാൻ കൊടുക്കാറില്ല. അപ്പോഴാണ് നമ്മൾ ശരിക്കും ഈ കഥയുടെ ഉൽപ്പത്തി എങ്ങനെയാണെന്നൊന്ന് ചിന്തിക്കേണ്ടത്. നാരദ മഹർഷി വ്യാസഭഗവാന്റെ അടുത്ത് ബദരിയിൽ വരുമ്പോൾ വ്യാസഭഗവാൻ മഹാഭാരതമൊക്കെ എഴുതി കഴിഞ്ഞു, വേദം പകുത്ത് കഴിഞ്ഞു, ബ്രഹ്മസൂത്രം എഴുതി കഴിഞ്ഞു, ചെയ്യാൻ ഇനി ഒന്നും ബാക്കിയില്ല. നമ്മൾ പറയില്ലേ, മക്കളെയൊക്കെ കല്യാണം കഴിപ്പിച്ച് അയച്ചു, അവർക്കൊക്കെ ജോലിയായി, കടങ്ങളൊക്കെ തീർത്തു, ഇല്ല, എന്നാലും ഒരു സുഖമില്ല മനസ്സിന്. അത് അവനവനെ തിരിച്ചറിയാത്തതിൻ്റെ പ്രശ്നമാണ്. അവനവനെ തിരിച്ചറിഞ്ഞവന് ഇതൊന്നും കടമൊന്നും മാറിയിട്ടില്ലെങ്കിലും ഈ സുഖം നേരത്തെ വന്നിട്ടുണ്ടാവും. അപ്പം നമ്മൾ കരുതുന്നത് ഈ പ്രോബ്ലം സോൾവ് ചെയ്താൽ സുഖം കിട്ടും. ആ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ വേറെ 10 പ്രശ്നം വരും. ആ 10 പ്രശ്നം സോൾവ് ചെയ്യുമ്പോൾ അടുത്ത 10 പ്രശ്നം വരും. ഇത് ആറ്റോമിക് ഫിഷൻ പോലെയാണ്, പൊട്ടി 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 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇതിലൊന്നും അവസാനമില്ല. വ്യാസമഹർഷിക്കും മനസമാധാനമൊന്നും കിട്ടിയില്ല. അപ്പോൾ മനസമാധാനം കിട്ടാതെ വന്നപ്പോൾ
എപ്പോഴും മഹാത്മാക്കളെ ഭഗവാന്റെ പാത്തിൽ പോകുന്ന ആ മാർഗത്തിൽ പോകുന്നവരെ സഹായിക്കാൻ മറ്റു മഹാഗുരുക്കന്മാർ എവിടുന്നെങ്കിലും വരും. അത് ചിലപ്പോൾ നാരദൻ്റെ രൂപത്തിൽ വരണമെന്നില്ല, ഒരു കൊച്ചുകുട്ടിയുടെ രൂപത്തിലായിരിക്കാം, ഒരു യാചകൻ്റെ രൂപത്തിലായിരിക്കാം. ഇതിപ്പോൾ നേരത്തെ ഒരു സംഭവം ഉണ്ടായി, ആരും അധികം ശ്രദ്ധിച്ചില്ല. ഞങ്ങളെ രണ്ടുപേരെയും അവിടെ കൊണ്ടുപോയിട്ട് വെയിറ്റ് ചെയ്യിപ്പിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു ആ ഫ്ലാറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എല്ലാവരും സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ഒരു കീറമാറാപ്പ് ചുമന്നിട്ട് ഭ്രാന്തനെ പോലെ ഒരാൾ വന്നിട്ട് തിരുമേനിയും എന്നെയും നോക്കിയിട്ട് നാരായണ 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 നാരായണ. അയാൾക്ക് എങ്ങനെ അറിയണേ? ഇവിടുന്നോ വന്നു, അയാൾ നിന്ന് തൊഴുതിട്ട് പോണു. അവിടെ നിന്നിട്ട് ആത്മപ്രദർശനം വെച്ചിട്ട് പോയി. തോളത്ത് ചാക്ക് കുപ്പയൊക്കെയാണ് അതിൻ്റെ അകത്ത് കംപ്ലീറ്റ്. ഞാൻ ചിലപ്പോൾ അങ്ങനെയുള്ളവർ ആരാന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല, അവരാരാന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ കാണുന്ന നോർമലല്ല യഥാർത്ഥ നോർമൽ. വ്യാസമഹർഷി ഇതെല്ലാം ചെയ്ത് കൃതകൃത്യനായി എന്ന് കരുതിയിരിക്കുമ്പോഴും മനസ്സിൽ ഈ പ്രശ്നം വന്നതുകൊണ്ടാണ് വിഷമിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ നാരദൻ വന്നു. വളരെ സിമ്പിളായിട്ട് ഉത്തരം പറഞ്ഞു കൊടുത്തു. ഭഗവോന്മുഖമായിട്ട് ഒന്നും ചെയ്തില്ല. ധർമ്മം പ്രചരിപ്പിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ അടിത്തറ ഉറപ്പിക്കാൻ ഭാരതം എഴുതി, ബ്രഹ്മവിദ്യ പറഞ്ഞു കൊടുത്തു, ബ്രഹ്മസൂത്രം വഴി വേദത്തെ പകുത്തു. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഭഗവാന് സമർപ്പിച്ചിട്ട് എന്തെങ്കിലും ചെയ്തോ? ചെയ്തിട്ടില്ല. അത് ചെയ്താൽ കൃതകൃത്യത വരും. ചെയ്തത് ചെയ്തു എന്ന് തോന്നും. അതാണ് കൃതകൃത്യത. നമുക്കുള്ള ലെസനാണ്. രാവിലെ എണീച്ച് രാത്രി കടന്നുറങ്ങുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും, അത് ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ എന്താണെങ്കിലും ഗുണദോഷം വിചാരിക്കാതെ ഭഗവാന് നിരന്തര സ്മരണ ചെയ്ത് സമർപ്പിച്ചുകൊണ്ടേയിരിക്കുക. കഴിഞ്ഞ ഒരു മണിക്കൂറിൽ ചെയ്ത് മറന്നെങ്കിൽ ഇപ്പോൾ ഓർമ്മ വന്നല്ലോ, ആ ഭഗവാനെ കഴിഞ്ഞ ഒരു മണിക്കൂറിൽ ഞാൻ ചെയ്തതൊക്കെ നിനക്ക് തന്നിരിക്കണമെന്ന് പറയാം. രാവിലെ എണീക്കുമ്പോൾ പറയാം ഇന്നത്തെ ഒരു ദിവസം വരാനുള്ളത് മുഴുവൻ ഞാൻ തന്നിരിക്കണമെന്ന് അഡ്വാൻസ് പറയാം. രാത്രി കിടക്കാൻ പോകുമ്പോൾ പറയാം ഇന്ന് ഞാൻ പകൽ ചെയ്തത് മുഴുവൻ തന്നിരിക്കണമെന്ന് പറയാം. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ഉറങ്ങി, ആ സുഖത്തിനെ ഞാൻ നിനക്ക് തരണമെന്ന് പറയാം. ഇനി രാത്രി ഉറക്കേ കിട്ടിയില്ല, എണീച്ച് നടന്നു 10 പ്രാവശ്യം ബാത്റൂമിൽ പോയി ഉറക്കേ വന്നില്ല എന്നുണ്ടെങ്കിൽ പറയാം ഉറങ്ങിയിട്ടില്ല, ഈ അസുഖം മുഴുവൻ നടക്കിരിക്കട്ടെ പറഞ്ഞ് അതും കൊടുക്കുക. ഒന്നും കയ്യിൽ വെച്ചേക്കരുത്. ബ്രഹ്മത്തേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം, ഭഗവാനിലേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം സകലതും. ഈ വിദ്യ പഠിച്ചാൽ നാരദൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാവും. ഇതാണ് നമ്മൾ ഗൃഹസ്ഥർക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളാരും പോയിട്ട് നാളെ ബ്രഹ്മസൂത്രത്തിന് വ്യാഖ്യാനമൊന്നും എഴുതാൻ പോകുന്നില്ല. നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള മാർഗ്ഗം, അത് വ്യാസമഹർഷിക്കാണെങ്കിൽ നമുക്കാണെങ്കിൽ ഒരേ ലെസനാണ് നാരദൻ പറഞ്ഞിട്ടുള്ളത്. സമർപ്പിക്കുക, സമർപ്പിച്ചിട്ടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കഴിവെന്താ? വാക്കുകൊണ്ട് മായാജാലം സൃഷ്ടിക്കാൻ സാധിക്കും അദ്ദേഹത്തിന്. അദ്ദേഹം ബ്രഹ്മത്തെ അറിഞ്ഞാലുള്ള ബ്രഹ്മർഷിയാണ്, സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. കൃഷ്ണദ്വൈപായൻ എന്ന് പറഞ്ഞാൽ നാരായണൻ തന്നെ, ഗുരുവായൂരപ്പൻ തന്നെ, ഒരു വ്യത്യാസമില്ല അതിൽ. അങ്ങനെ ഇത് പഠിച്ച് ഇതിൻ്റെ ഈ സത്യസന്ധമായിട്ടുള്ള ഇതിൻ്റെ അവസ്ഥ, സത്യസന്ധത, യഥാർത്ഥ സത്യത്തിനോട് ചേർന്നിരിക്കുന്നതാണ് യഥാർത്ഥ സത്യസന്ധത. ആ സത്യസന്ധത എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം ചുമ്മാ പെന്നെടുത്തിട്ട് ഇന്നത്തെ ആൾക്കാർ ചെയ്യണ ഒരു ഇൻസ്പിറേഷന് വേണ്ടിയിട്ട് കുറേ പുസ്തകം കോപ്പി അടിക്കുക. ഇപ്പം ലേഖനം എഴുതണം അങ്ങനെയാണല്ലോ, ആധ്യാത്മിക ലേഖനം എഴുതുകയാണെങ്കിലും അങ്ങനെ ടൈപ്പ് ചെയ്യും, കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തിട്ട് കുറേ ലേഖനങ്ങളൊക്കെ നോക്കി ടൈപ്പ് ചെയ്തിട്ട് അതിന് അവിടുന്ന് കട്ട് ഇവിടുന്ന് എടുത്ത് ഇതൊക്കെ കൂടെ ഒട്ടിച്ചിട്ടാണ് ഇപ്പോൾ ലേഖനങ്ങൾ പലരും ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഭക്തപ്രിയയുടെയൊക്കെ അവിടെ വരുമ്പോൾ ഗുരുവായൂർ വരുന്ന സമയത്ത് ചിലതൊക്കെ കാണാറുണ്ട്. ഇത് ഇത് എവിടെയോ എങ്കോ പാത്തമാരിക്കേ പറയും നമ്മൾ തമിഴ്, അത് ഇതെവിടെയോ കണ്ടമാരി ഉണ്ടാവും, കാരണം ഇത് എവിടുന്ന് അടിച്ചാണ്. അങ്ങനെ വരും. വ്യാസനെ പോലുള്ള മഹാത്മാക്കൾക്ക് അങ്ങനെയല്ല. അവർ ചെയ്യണം എന്താ? അവർ ധ്യാനത്തിൽ പോകും, അവർ സമാധിയെങ്കിൽ പോകും. സമാധിയിൽ എന്ത് കണ്ടോ അതിനെ ഉണർന്നിട്ട് എഴുതി വയ്ക്കും. അതുകൊണ്ടാണ് ഈവൻ ഭാരതം പോലും ഗണപതിയുടെ അടുത്ത് പറഞ്ഞത്. ഗണപതി പറഞ്ഞു ഞാൻ എഴുതിയൊക്കെ തരാം, പക്ഷേ ഞാൻ പെന്നിങ്ങനെ വെച്ചാൽ പിന്നെ അത് കഴിയുമ്പോഴേ എടുക്കുകയുള്ളൂ, അതുകൊണ്ട് നിർത്താതെ പറഞ്ഞു. വ്യാസമഹർഷി തൊഴുതൊട്ട് പറഞ്ഞു തീർച്ചയായിട്ടും എന്നാലാവും വണ്ണം ശ്രമിക്കാം, എനിക്കൊരു ചെറിയ നിബന്ധനയുണ്ടെന്ന് പറഞ്ഞു. ഗണപതി ചോദിച്ചു എന്താ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അങ്ങ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അറിയാതെ ഒരു വാക്ക് പോലും അതിൽ എഴുതരുതെന്ന് പറഞ്ഞു. അങ്ങനെ വ്യാസമഹർഷി ഇത് പറഞ്ഞു കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോഴാത്ര ഗണപതി എഴുതി തീർന്നത്. കാരണം ഈ ചെവി കൊണ്ട് കേട്ടിട്ട് തലേ സ്റ്റോർ ചെയ്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്കും. ഗണപതി ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആരാ? വികാരരഹിതമായ ശുദ്ധബുദ്ധിയാണ് ഗണപതി. അതുകൊണ്ടാണ് ഗണപതിയുടെ മുഖത്ത് നോക്കിയാൽ ഇമോഷൻ എന്താണെന്ന് അറിയില്ല. ഇങ്ങനെ എന്താ ആലോചിക്കണമെന്ന് ആലോചിച്ചാൽ ഒരു പിടിയും കിട്ടൂല. അടിക്കാനാണോ അനുഗ്രഹിക്കാനാണോ എന്ന് ഗണപതിയുടെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവില്ല. ഇതിൻ്റെ ചിരി പോലെയാണ്, ഈ ഗുരുവായൂരപ്പൻ്റെ ചിരി പോലെ. ഇത് അടിക്കാനാണോ അത് സ്നേഹിക്കാനാണോ കൊല്ലാനാണോ ചിരിക്കണമെന്ന് തിരിച്ചറിയില്ല ഗുരുവായൂരപ്പൻ്റെ ചിരി. ഇതുപോലെ ഗണപതി ഭഗവാൻ. ഗണപതി ഭഗവാൻ നിർവികാരനാണ്. കാരണം ശുദ്ധബുദ്ധിയാണ്. ശുദ്ധബുദ്ധിക്ക് എന്തും ദഹിക്കും, എന്തിട്ട് കൊടുത്താലും കത്തും. അതുകൊണ്ടാണ് ഹോമം അത്ര പ്രധാനമായത്. ശുദ്ധബുദ്ധി അഗ്നിയാണ്. അല്ലാണ്ട് അങ്ങേര് ഭയങ്കര വയറാണ്, അദ്ദേഹത്തിന് ഭയങ്കര ദഹനമാണ്, കുറേ തിന്നാം, ഇതൊന്നുമല്ല എൻ്റെ കാരണം. അദ്ദേഹം ശുദ്ധബുദ്ധിയാണ്.
ആ ശുദ്ധബുദ്ധിക്ക് പോലും ഈ ബ്രഹ്മവിദ്യ ആലോചിക്കേണ്ടി വന്നത്ര ഭാരതം എഴുതുമ്പോൾ. ഭാഗ്യം ഗണപതി ഭഗവാനെ ഭാഗവതം എഴുതാൻ വിളിക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഗണപതി ഭഗവാൻ ഭാഗവതം എഴുതാനാണ് വന്നിരുന്നെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ 3 വർഷമോ കഴിഞ്ഞിട്ടായിരിക്കും അത് എഴുതി ആ പെണ്ണെടുത്തിട്ടുണ്ടാവുക. എന്നിട്ട് അനുഗ്രഹിച്ചിട്ട് പോയി എന്നാണ്. ഗണപതി എഴുതിയതാ ഭാരതം. നമ്മളെപ്പോഴും ഭാരതം കയ്യിലെടുക്കുമ്പോൾ ഗണപതി ഭഗവാനാണ് ആദ്യം സ്മരിക്കേണ്ടത്. ഭഗവാന്റെ കൈകൊണ്ട് ശുദ്ധബുദ്ധിയാൽ എഴുതപ്പെട്ടാണ്. അപ്പോൾ വ്യാസമഹർഷി ഇത് ഭഗവാന് സമർപ്പിച്ച് ഭഗവത് കഥകൾ വർണ്ണിച്ച് എഴുതി എന്നൊക്കെ പറയും നമ്മളെങ്കിലും സമാധിയിൽ കണ്ടതിനെ എഴുതി വച്ചിരിക്കുന്നു. സമാധിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ സ്വപ്നമാണ് സമാധി എന്നാരും പറയാൻ പാടില്ല. എന്നാലും അതൊന്നും കണ്ടതൊന്നുമേ സത്യമതല്ല എന്ന് ഉറപ്പിച്ചിട്ട് വേണം അത് മനസ്സിലാക്കാൻ. അതിൻ്റെ അകത്തൊരു സത്യം ഇരിക്കുന്നുണ്ട്, അതിന് പ്രതീകങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, നമ്മൾ സ്വപ്നം കാണുന്നതാണ് ആന തുരത്തണത് അല്ലേ? ആന തുരത്തണ സ്വപ്നം കാണുന്നില്ലേ? ഉടനെ ആരെങ്കിലും പറയാം ഗണപതിക്ക് എന്തോ വഴിപാടണം. അല്ല, അതല്ല അതിൻ്റെ കാര്യം. ആഭിചാരം നടന്നിട്ടുണ്ടെങ്കിലാണ് ആന തുരത്തണ സ്വപ്നം കാണുക. ആഭിചാരം നടന്നിട്ടുണ്ടെങ്കിൽ അത് കൃഷ്ണൻ അർജുനന് പഠിപ്പിച്ച ഒരു സ്വപ്നശാസ്ത്രം തന്നെയുണ്ട്. ഫ്രോയിഡിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് ഒന്നും 7 എഴുത്ത് വരില്ല ഭഗവാൻ പഠിപ്പിച്ചതിൻ്റെ മുന്നിൽ. ആ പുസ്തകം വളരെ റെയറാണ്. അപ്പോൾ അതൊക്കെ ശരിക്കും നമ്മുടെ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇറക്കേണ്ടതാണ്. ഇനി വേറൊന്ന്, സർപ്പം കൊത്തുന്നത് കണ്ട സ്വപ്നത്തിൽ നമ്മൾ പേടിച്ച് മരിക്കും. സർപ്പം കൊത്തിയ കഴിഞ്ഞു. സർപ്പം കൊത്തുന്നത് കണ്ട ധനലാഭ. സർപ്പം തലയിലോ തോളത്തോ വീണ മരണ. സർപ്പം ചെയ്സ് ചെയ്താൽ നമ്മളെ ഓടിച്ചാൽ ആ വിചാരം. പക്ഷെ നമ്മൾ എടുക്കുന്നത് എന്താ? എല്ലാം അതിൽ മരണഭയമായിട്ടേ നമ്മൾ എടുക്കുള്ളൂ. നോക്കൂ, 3 അർത്ഥമാണ് സ്വപ്നത്തിന് മാത്രം. അപ്പോൾ സമാധി കാണുന്നതിനോ? അത് മനസ്സിലാക്കാനുണ്ട് ഈ കഥ പറഞ്ഞത്. ഇത്ര ഗ്രാമ്യമായിട്ട് ഒന്ന് ചുരുക്കി പറഞ്ഞത് അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ കാണുന്ന രീതി ശീലിച്ചെടുത്താൽ നിങ്ങൾ ഓരോരുത്തർക്കും ഒരു വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ലാതെ, ഒരു പ്രഭാഷണത്തിൻ്റെ ആവശ്യമില്ലാണ്ട് പാരായണം കേൾക്കെ തന്നെ അർത്ഥം ഉള്ളിൽ തോന്നും. പാരായണം കേൾക്കെ അർത്ഥം ഉള്ളിൽ തോന്നി. ഭാഗവതത്തിൻ്റെ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ സംസ്കൃതം അറിയണം നിർബന്ധമില്ല. വായിക്കെ സംസ്കൃതം അറിയാത്തവന് അകത്ത് അർത്ഥം തോന്നാൻ തുടങ്ങും. അത്ര പവറാണ്. ആഞ്ഞൻ തിരുമേനി ഗുരുവായൂർ കിഴക്കേ നടയിലെ ഗോപുരത്തിൽ ഇന്ന് മാനേജർ ഇരിക്കണേൻ്റെ അവിടെ ഇരുന്നിട്ട് വിരലോണ്ട് തപ്പി വായിച്ചു തുടങ്ങിയതാണ്. അദ്ദേഹത്തിന് സംസ്കൃതം അറിയില്ല ശരിക്കും വന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഭാഗവതം എങ്ങനെ വഴങ്ങി വന്നു അദ്ദേഹത്തിനാണ്. ഉണ്ണീഷൻ പുതൂരിൻ്റെ ഒരു പുസ്തകമുണ്ട്, അതിൽ പറയുന്നുണ്ട് അഭ്യാസം കൊണ്ടാണ്, നിത്യാഭ്യാസം കൊണ്ടാണ്. ഭഗവാനെ നമുക്ക് സ്വായത്താക്കണമെങ്കിൽ നിത്യാഭ്യാസം വേണം. അപ്പോൾ ഭാഗവതം ശരിക്കും നമ്മളെ അതിനെ തൊട്ടാൽ കൃഷ്ണനെ കിട്ടും, ഒരു സംശയവും വേണ്ട. അതിന് ഒരു തുടക്കമായിട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ് നാരദ മഹർഷിയുടെ പ്രപഞ്ചയാത്ര പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്താ നാരദൻ? അപ്പോൾ ഞാൻ അതാ പറഞ്ഞത്, ഇത് ഇത്രയും ഞാൻ പറഞ്ഞത് ഈ നാരദൻ ആരാന്ന് പഠിപ്പിച്ചാലാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള കഥ മുഴുവൻ മനസ്സിലാവുള്ളൂ. പ്രപഞ്ചത്തിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയുണ്ട്, അതിനെ നമ്മൾ സാക്ഷി എന്ന് വിളിക്കും. സാക്ഷി. അപ്പം നമ്മൾ തന്നെ ഭയങ്കര കരച്ചിലിൻ്റെ പാരമ്യത, ദുഃഖത്തിൻ്റെ പാരമ്യതയിൽ ഇരിക്കുമ്പോൾ ഒരാളകത്ത് എന്തിനാ ഇങ്ങനെ കരയണേ, ഞാൻ എന്തിനിങ്ങനെ കരയണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യം വന്നിട്ട് ഇങ്ങനെ വിറച്ചോണ്ടിരിക്കുമ്പോൾ എന്തിനാ ഞാനിങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടാവും. സന്തോഷിക്കുമ്പോൾ ഇത്ര ഞാൻ സന്തോഷിച്ച് ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയണൊരു സാക്ഷിയാണ്. സാക്ഷി എല്ലാറ്റിനും വിട്ടു നിൽക്കുന്ന ഒരാളായിരിക്കും. എന്നാൽ സാക്ഷി ഇടപെടേണ്ട സ്ഥലങ്ങളിൽ ഇടപെടും, ചേർക്കേണ്ടതിനെ ചേർക്കും, പിരിക്കേണ്ടതിനെ പിരിക്കും. ഈ സാക്ഷിയാണ് നാരദൻ. നമ്മുടെ അകത്തൊക്കെ ഇരിക്കുന്ന സാക്ഷി നാരദനാണ്. ആ ശബ്ദത്തിൽ തന്നെയുണ്ട് ജലത്തി ശയിക്കണവൻ നാരായണൻ. ആ തത്വത്തിനെ നമുക്ക് ദം കൊണ്ടുതരുന്നവൻ നാരദൻ. പരമാത്മബോധം ഉണ്ടാക്കി തരുന്നവനാണ് സാക്ഷി. നമ്മൾ നമ്മുടെ അകത്തെ സാക്ഷിയെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും നമ്മുടെ അകത്തിരുന്ന ഒരാൾ അനക്കല്ലാണ്ട് ഇതാ വിളക്കിൻ്റെ നാളം പോലെ നിൽക്കുന്നുണ്ടാവും. ആ ആളാണ് നമുക്ക് വെളിച്ചം തരിക. എന്ത് പ്രതിസന്ധിയിലും അമിതമായിട്ട് നമ്മൾ ആഹ്ലാദിക്കില്ല. അംഗീകാരമാണെങ്കിലും പൂമാലയാണെങ്കിലും കല്ലേറാണെങ്കിലും ഒരേപോലെ കിട്ടാൻ പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ആ സാക്ഷി പ്രപഞ്ചം ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നാരദൻ എപ്പോൾ എവിടെ വരുമെന്ന് പറയാൻ പറ്റില്ല. സാക്ഷി അങ്ങനെയാണ്. സാക്ഷി എപ്പോൾ എവിടെ വരുമെന്ന് പറയാൻ പറ്റില്ല. ഇനി ഇത് നരസിംഹാവതാരത്തിലും ഒക്കെ ഓരോ സ്ഥലത്തും ഈ സാക്ഷിയുടെ വരവുണ്ട്.
അപ്പോഴാണ് ശരിക്കും കഥകളുടെ അന്തരാർത്ഥം എത്രമാത്രം നമ്മളൊക്കെ കേട്ടതിൻ്റെ ഇതൊക്കെ ഈ കടലിൽ നിന്ന് ഒരു തുള്ളി എടുക്കലാണ്. ഓരോ തലത്തിൽ നിൽക്കുന്നവർക്ക് ഓരോ തലത്തിലാണ് കിട്ടണത്. എല്ലാവരും ഒരേ ക്ലാസ്സിൽ പഠിക്കണവരല്ല നമ്മുടെ ഇടയിൽ. ചിലർ LKG-യിലായിരിക്കും, ചിലർ 7ാം ക്ലാസ്സിലായിരിക്കും, ചിലർ 3-ലായിട്ടേ ഉണ്ടാവുള്ളൂ, ചിലർ ഓൾറെഡി PhD എത്തിയിട്ടുണ്ടാവും. അവർക്കൊക്കെ വേണ്ടത് അതിൻ്റെ അകത്ത് വെച്ചിരിക്കണം. അങ്ങനെ നാരദൻ യമുനയുടെ തീരത്ത് വരുമ്പോൾ അവിടെ അതിസുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ വാർദ്ധക്യാവസ്ഥയിൽ, അവർ സുന്ദരിയാണ്, അവരെ കണ്ടറിയാം അവർ സുന്ദരിയാണ്, വാർദ്ധക്യാവസ്ഥയിലുണ്ട്. പക്ഷെ അതിലും വാർദ്ധക്യം, അവർക്ക് യൗവനമുണ്ട് എന്നാണ് സാധാരണ പറയണത്. പക്ഷേ ഭാഷ്യങ്ങളിലൊക്കെ ആചാര്യന്മാർ എഴുതിയിട്ടുണ്ട് ഭക്തിക്ക് അപ്പോഴും കുറച്ച് വാർദ്ധക്യം ഉണ്ടെന്ന്, മുഴുവൻ അങ്ങോട്ട് യൗവനത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ പറയണ ആരാ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഭക്തിയാണ്. ഞാനിങ്ങനെ സൗത്ത് ഇന്ത്യയിലാണ് ജനിച്ചത്, ദ്രാവിഡ ദേശത്താണ് ഭക്തി പ്രസ്ഥാനം വളരണത്, നോർത്തിലല്ല, ഇന്ത്യൻ്റെ തെക്കാണ് ഭക്തി പ്രസ്ഥാനം ഉണ്ടായത്. അവിടെ വളർന്ന് ഞാൻ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലൊക്കെ വളർന്ന് വികസിച്ച് വലുതായി. പക്ഷേ കലി ആരംഭിച്ചപ്പോൾ എൻ്റെ അവസ്ഥ ഇങ്ങനെയായി. ഞാൻ ഇതപ്പോൾ വൃന്ദാവനത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ഒന്ന് എണീച്ച് നടക്കാനുള്ളൊരു സൗകര്യമായി. അപ്പോഴും അത്രേ ആയിട്ടുള്ളൂ. പക്ഷേ കിടക്കണ എൻ്റെ മക്കളെ കണ്ടോ ചോദിച്ചു. നോക്കുമ്പോൾ ഇവളെക്കാട്ടിലും പ്രായമുള്ള 2 ആൾക്കാർ കിടക്കും, വയസ്സായിട്ടുള്ള 2 ആൾക്കാർ. ഭക്തിയുടെ മക്കളായി ജ്ഞാനത്തിനെയും വൈരാഗ്യത്തിനെയും കാണുന്നു. ഇതൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ചെവി കൂടെയാണ് ആദ്യം ഭഗവാൻ പ്രവേശിക്കണം. ഭഗവാനെ കേട്ട് ഭഗവാനെ സ്നേഹിച്ചു തുടങ്ങിയാലാണ് അതിൻ്റെ മക്കളായിട്ട് ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് പുസ്തകം വായിച്ച് ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാക്കാൻ നോക്കിയാൽ വരില്ല. ഭഗവാനെ സ്നേഹിച്ചിട്ടുണ്ടാവും. പ്രോബ്ലം എവിടെ വരണമെന്ന് വെച്ചാൽ, ഒരു 12ാം നൂറ്റാണ്ടിന് ശേഷം ജ്ഞാനത്തിനെയും വൈരാഗ്യത്തിനെയും അങ്ങോട്ട് തള്ളിക്കളഞ്ഞു. ഭക്തി ഉണ്ടെങ്കിൽ ഒക്കെ ആയി നയി, അതും അപകടം. ഭക്തി മാത്രമായ മഹാപകടം. വിവേകാനന്ദ സ്വാമി അതുകൊണ്ടാണ് പറഞ്ഞത്, ഇൻ ഇറ്റ്സ് ലോവർ സ്ട്രാറ്റാസ് ഭക്തി എമൗണ്ട്സ് ടു ഫനാറ്റിസിസം. അതിൻ്റെ ഏറ്റവും താഴത്തെ തട്ടുകളിൽ ഭക്തി മതഭ്രാന്തായിട്ട് മാറുന്നു. കാരണം എന്താ? തിരിച്ചറിവില്ല. സ്വസ്വരൂപം ബ്രഹ്മമാണ്, ഞാൻ സത്യവസ്തുവാണെന്നറിയാത്ത ഭക്തി കൊണ്ട് കാര്യമില്ല. ആചാര്യസ്വാമികൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പറയും ഈ മോക്ഷസാധന സാമഗ്രിയാം ഭക്തിരേവഗരീയസി, മോക്ഷം കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം ഭക്തിയാണെന്ന് പറഞ്ഞിട്ട് ആ 2 വരി മാത്രം സൗകര്യപൂർവ്വം എന്ന് വെട്ടിയെടുത്തിട്ട് പറയും. അതിന് മുമ്പ് 2 വരിയുണ്ട്. സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യവിധേയത. അവനവൻ്റെ സ്വരൂപത്തിനെ ധ്യാനിക്കുന്നതാണ്, അഥവാ അവനവൻ്റെ സ്വരൂപത്തിനോട് സദാ ചേർന്നിരിക്കുന്നതാണ് ഭക്തി. എന്ത് ഈ സ്വരൂപം? ബോധം, നമ്മുടെ ഒരു ബോധം. അപ്പോൾ എങ്ങനെയാണ് ബോധത്തിനെ അറിയാം? ഞാൻ പറയാം, നിങ്ങളുടെയൊക്കെ ശരീരം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ എത്ര പേരുടെ മനസ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്? നിങ്ങളുടെ ശരീരം ഇവിടെ ഇരിക്കുന്നു, മനസ്സ് എവിടെയോ ഇരിക്കുന്നു. പക്ഷേ ഈ ദൂരെ ഇരിക്കുന്ന മനസ്സെന്നും ഇവിടെ ഇരിക്കുന്ന ശരീരത്തിൽ നിന്നും കുറച്ച് വിട്ടിട്ടൊരാളിരിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചു. അതാണ് ബോധം, അതാണ് ബ്രഹ്മം, അതന്നെ ആത്മാവ്. ഇതിനോട് സദാ ചേർന്നിരിക്കാനുള്ള പരിശീലനം നേടിക്കഴിഞ്ഞാൽ രമണൻ പറഞ്ഞത് മനസ്സിലാവും, ശങ്കരൻ പറഞ്ഞത് മനസ്സിലാവും, വ്യാസമഹർഷി പറഞ്ഞത് മനസ്സിലാവും, ശ്രീ ശുഖബ്രഹ്മം പറഞ്ഞത് മനസ്സിലാവും. എളുപ്പം മനസ്സിലാവുക എന്നല്ല, മനസ്സില്ലാണ്ടാവും. മനസ്സില്ലാണ്ടായാലേ ഇത് അറിയുള്ളൂ. അപ്പോൾ ആ വിദ്യയിലേക്കാണ്. അതുകൊണ്ടാണ് ഭക്തിയുടെ മക്കളാണ് ജ്ഞാനവും വൈരാഗ്യവും എന്ന് പറഞ്ഞത്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒറ്റ അറിവാണ്. അതന്നെ ഇതന്നെ അതിനെ പ്രതിനിധീകരിക്കുന്ന ആളവിടെ ഇരിക്കണം, അല്ലേ? തത്വമസി എന്ന് നമ്മൾ പറയണം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? വിരാഗത. നമ്മുടെ നാട്ടിലൊക്കെ പാലക്കാട് ഭാഗത്തൊക്കെ വൈരാഗ്യം, അവന് ഭയങ്കര വൈരാഗ്യമാണ് എന്നോട് എന്ന് പറഞ്ഞാൽ അവൻ എന്നോട് ഭയങ്കര ശത്രുതയാണെന്നാണ് അർത്ഥം. അതല്ല. സംസ്കൃതത്തിലെ വൈരാഗ്യച്ച വിരാഗത, രാഗം ഇല്ലാത്ത അവസ്ഥ. എന്താ രാഗം? ഒരു കാര്യം ഇങ്ങനെ നടക്കണം എന്നുള്ള നമ്മുടെ ശാഠ്യം, അതാണ് രാഗം. അത് നടന്നില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും, അതാണ് ദ്വേഷം. ഇത് രണ്ടും ഇല്ലായ്മ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈ വൈരാഗ്യം. അതിന് ജ്ഞാനവും വേണം, അതിനൊക്കെ അടിസ്ഥാനമായിട്ട് ഭക്തി വേണം. വെറും ജ്ഞാനം മാത്രമായി കഴിഞ്ഞാൽ വരട്ടുവാദവും അഹങ്കാരം വരും. വെറും വൈരാഗ്യം മാത്രം വന്നു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൽ ഒന്നിനോടും നമുക്ക് മമത ഉണ്ടാവില്ല. എങ്ങനെ മമത? അത് ഈശ്വരനാണെന്നുള്ള മമത, അല്ലാണ്ട് ഭഗവാൻ എൻ്റെ ആണ് എന്ന് പറയണത് മാത്രമാണ് അനുവദനീയമായിട്ടുള്ള മമത. അത് തന്നെ 3 തരത്തിലുണ്ട്. അത് പ്രഹ്ലാദനിലെത്തും നമ്മൾ പഠിക്കും. ഞാൻ ഭഗവാന്റെയാണ്, ഭഗവാൻ എൻ്റെയാണ്, ഞാനും ഭഗവാനും ഒന്നാണ്. ഇത് 3 തട്ടാണ് സമർപ്പണത്തിന്. ഭാഗവതം ഫസ്റ്റ് ഈ പത്മപുരാണത്തിലെ ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ ഇതിൻ്റെ ഫൗണ്ടേഷൻ ഇട്ട് വയ്ക്കുകയാണ്.
പിന്നെ അതിൽ കഥയാണ്. ആദ്യം പാവം നാരദനാകെ വിഷമാവും. ശരി, ഞാനൊന്ന് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഈ വയ്യാണ്ട കിടക്കണം ഇവരുടെ ചെവിയിൽ പോയിട്ട് ഗീത പറഞ്ഞു കൊടുക്കും, കുറച്ച് മന്ത്രങ്ങളൊക്കെ ചെല്ലും, അഷ്ടാക്ഷരം ദ്വാദശാക്ഷരമൊക്കെ ചെല്ലും. അപ്പോൾ അവർ കണ്ണൊക്കെ നനക്കും. അതുവരെ ഇങ്ങനെ കിടക്കുക. അവർ അപ്പോഴാണ് കണ്ണൊക്കെ നനക്കണം, വീണ്ടും കിടന്നിട്ടും ബോധമില്ല. അപ്പോൾ അവരെ എങ്ങനെയെങ്കിലും എണീപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം, അതാണ് മഹാത്മാക്കളുള്ളത്, മറ്റുള്ളവർ അനുഭവിക്കുന്ന ദൈന്യതയിൽ അവരുടെ സമയം മാറ്റിവെച്ച് നടക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം പലയിടങ്ങളിലും അന്വേഷിച്ച് നടക്കുന്നതിന് പകരം അദ്ദേഹം ഭഗവാനോടാണ് ചോദിക്കുന്നത്. നമ്മളൊക്കെ ചെയ്യണത് പലയിടങ്ങളിലും അന്വേഷിച്ച് നടക്കും നമ്മുടെ ജീവിതത്തിന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒന്നാമത്തെ ദിവസം ഭീമൻ കൃഷ്ണനോട് ജരാസന്ധനെ എങ്ങനെയാണ് ശരിപ്പെടുത്തേണ്ടത് ചോദിച്ചിരുന്നെങ്കിൽ ആ 27 ദിവസം തല്ലുകൊള്ളേണ്ട ആവശ്യമുണ്ടായിരുന്നോ? നമ്മൾ ചോദിക്കില്ല. 26 ദിവസവും അടികൊണ്ട് വഴിയായി. അഹങ്കാരമാണ് എന്നെ കൊണ്ട് കൊല്ലാൻ പറ്റുന്നത്. അവസാനം 27ാമത്തെ ദിവസം പരബ്രഹ്മം കൂടെ നിൽക്കണം. വസുദേവനും ഇതേ പ്രശ്നം പറ്റും. നാരദൻ്റെ അടുത്ത് പോയിട്ട് ബ്രഹ്മോപദേശം ചോദിക്കും. ഋഷിമാരുടെ പറയും, എന്താ പറയുക, സ്വന്തം മകൻ പരബ്രഹ്മ അവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളോട് വന്നിട്ട്, ഇതാണ് അവസ്ഥ നമ്മുടെ. അങ്ങനെ നാരദ മഹർഷി പക്ഷേ ആ തത്വം അറിയണോണ്ട് അകത്തേക്കാണ് ചോദിച്ചു, പുറത്തന്വേഷിച്ചത്. നമ്മളൊക്കെ ഉത്തരങ്ങൾ പുറത്തന്വേഷിച്ച് നടക്കണവരാണ്. നമ്മൾ അകത്താണ് അന്വേഷിക്കേണ്ടത്. നമ്മുടെ അകത്താണ് ഇരിക്കുന്നത്. അകത്തേക്ക് അന്വേഷിച്ചപ്പോൾ ഒരറിവ് കേൾക്കാറായി. അത് ഭഗവാന്റെ ശബ്ദമാണ്. ഭഗവാന് ശരിക്കും രൂപമില്ലല്ലോ, അതിന് ഗുണമില്ല, നിറവില്ല, മണമില്ല. അത് ആവശ്യാനുസരണം പ്രകടീഭവിക്കണമെന്ന് മാത്രം. നീ അന്വേഷിക്കുക, അത് കിട്ടേണ്ട സ്ഥലത്ത് പറഞ്ഞു തരേണ്ട ആൾ തരും. നോക്കൂ, ഭഗവാൻ വേണമെങ്കിൽ അപ്പം തന്നെ പറഞ്ഞു കൊടുക്കാം, നീ ഭാഗവതം സപ്താഹം നടത്തുന്നത്. പറഞ്ഞു കൊടുത്തില്ല. ഓരോ സാധകനും എഫർട്ട് ഇട്ടിട്ട് തന്നെ വേണം അവനവനെ കണ്ടെത്താൻ. അതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഒരിക്കലും പറഞ്ഞു തരില്ല. എന്നെ പുകഴ്ത്ത് എന്നൊരിക്കലും മറ്റ് മതപദ്ധതികളിലുള്ള മാതിരി ഗുരുവായൂരപ്പൻ പറയില്ല, മഹാദേവനും പറയില്ല, അമ്മയും പറയില്ല. ഭഗവാൻ സന്തോഷിക്കുന്നത് നമ്മൾ സ്തുതിച്ച് നമുക്കുണ്ടാവണ സന്തോഷം കണ്ടിട്ടാണ്. നമ്മുടെ ഒരു കൊച്ചു കുഞ്ഞ് നമ്മളെ നോക്കിയിട്ട് അമ്മ 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 അല്ലെങ്കിൽ അച്ഛ 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 പറഞ്ഞിട്ട് ഇങ്ങനെ സന്തോഷിച്ച് തുള്ളിച്ചാടർ കണ്ടിട്ടുള്ള സന്തോഷം കൊണ്ടാണ് നമ്മൾ സന്തോഷിക്കുന്നത്, അല്ലേ? അതിനിടയ്ക്ക് എന്താ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നെന്നത്തൊരു ചവിട്ടി ചെകിടത്തൊന്ന് തരുകയും ചെയ്യും ചിലപ്പോൾ, അല്ലേ? നെന്നത്തൊരു ചവിട്ടി ചെകിടത്തൊന്ന് തന്നാൽ എന്താ ചെയ്യേണ്ടത് ചോദിക്കും. കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണം എന്ന് 2 കവിളിലും. അത് ഭഗവാനും ഒരു കുഞ്ഞിനോട് എങ്ങനെ പെരുമാറുമോ അതുപോലെ തന്നെയാണ് ഭഗവാൻ നമ്മളോട് പെരുമാറുന്നത്. അപ്പോൾ ഈ വിധത്തിൽ നോക്കിക്കാണാൻ പഠിപ്പിക്കുകയാണ് ഭാഗവതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ, അതിൻ്റെ പുറകിലൂടെ. അതുകൊണ്ടാണ് ഈ പത്മപുരാണത്തിലെ ഈ ഭാഗവത മഹാത്മ്യത്തിന് ഇത്രയ്ക്കൊരു പ്രാധാന്യം വന്നത്. ഇതിൻ്റെ കീ, ഭാഗവതം എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതിൻ്റെ കീ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് ഭഗവാൻ പറഞ്ഞതനുസരിച്ച് ഇദ്ദേഹം ബദരിയിലാണ് പോകണം. എല്ലാവരും ആത്മാന്വേഷണത്തിന് പഴയ കാലത്ത് ബദരിക്കാൻ പോവുക. ഭാഗവതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മഹാത്മാക്കളും അവസാനം ബദരിക്കാൻ പോയിട്ടുള്ളത്. ഇന്നത്തെ മാതിരി ബസ് പിടിച്ചിട്ട് ബദരി കേദാർ ചാർധാം യാത്ര അല്ല, ഒരിക്കലേ പോവുള്ളൂ, തിരിച്ചു വരില്ല. കാരണം അത് കിട്ടേണ്ടവനറിയാം അവിടെ പോയാൽ എന്താ കിട്ടേണ്ടതെന്ന്. അതിങ്ങനെ പോയിട്ട് കണ്ട് കുറേ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുള്ള യാത്രകളല്ല അത് അന്നത്തെ. എല്ലാവരും മുജുകുന്ദം പോകുന്നു, നാഭാഗം പോകുന്നു, എല്ലാവരും പോകുന്നു അങ്ങോട്ട്. എല്ലാവരും, ഭഗവാനും അവസാനം അങ്ങോട്ടാണ് പോയത്. ഉദ്ധവനോട് പറഞ്ഞു ഐ വിൽ കം ദെയർ, യു ഗോ എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞയച്ചത്. അങ്ങനെയാണ് എല്ലാവരും പോയിട്ടുണ്ട്. അപ്പോൾ ബദരിക്ക് പോകുന്നു നാരദൻ. അവിടെ ചെന്ന് തപസ് ചെയ്യുമ്പോൾ സനകാദി ഋഷികൾ വരും. അവർക്ക് 5 വയസ്സ് പ്രായമാണ്. കോണ കൊടുത്ത് വരുന്ന കുട്ടികളവർ. സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ. അതിൽ സനൽകുമാരൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ ചൈതന്യം കൂടിയാണ്. മുരുകൻ തന്നെയാണ് ശരിക്കും സനൽകുമാരൻ. ഞാൻ സാധാരണ ഭാഗവതം പറഞ്ഞ വഴിയിൽ നിന്ന് വിട്ടിട്ട് ഞാൻ പറയുന്നു. അപ്പോൾ തീവ്രത എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ 4 മഹർഷിമാരും ശുദ്ധമായിട്ടുള്ള പ്രജാപതിയുടെ ആദ്യ സൃഷ്ടികളിൽ പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അവർ നമ്മുടെ ആത്മാവിനെ പ്രതിനിധീകരിക്കണവർ. അവരെ കൂടസ്ഥന്മാരെന്ന് പറയും. കൂടം വെച്ചാൽ നമ്മുടെ ശരീരം, ആ ശരീരത്തിലിരിക്കണ ആത്മാവ്. അപ്പോൾ സാക്ഷിയായിട്ടുള്ള ആൾ മായയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണെന്ന് ആത്മാവിനോടാണ് ചോദിക്കേണ്ടത്. സനൽകുമാരൻ തുടങ്ങിയിട്ടുള്ളവരോട് സനകാദികളോടാണ് ചോദിക്കുന്നത്. അപ്പോൾ അവരാ പറഞ്ഞു കൊടുക്കുന്നത് സപ്താഹം വായിക്കാൻ പറഞ്ഞു. 7 ദിവസം കൊണ്ട് പണ്ട് പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്ത ഈ കഥയുണ്ട്, അതിങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം ഗംഗാതടത്തിൽ ഈ ഭക്തി അവിടെ ഇരുന്നിട്ടുള്ള പാരായണം തുടങ്ങുമ്പോഴാണ് മക്കളെയും കൊണ്ട് അവിടേക്ക് ഭക്തി കയറി വരുന്നതും അവർക്ക് യൗവനം തിരിച്ചു കിട്ടണം. അതിൻ്റെ അവസാനത്തിൽ ഭഗവാന്റെ പ്രത്യക്ഷപ്പെടൽ, ഇതൊക്കെ അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള കഥകൾ പറഞ്ഞതിന് ശേഷം സനകാദികൾ എന്നിട്ട് വീണ്ടും കഥ അതിൻ്റെ മഹാത്മ്യത്തിനെ ഒന്നുകൂടെ ഉറപ്പിക്കാനായിട്ടൊക്കെ പറയുന്ന കഥകളിൽ അനവധി കഥകൾ പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് എല്ലാ കഥകളും അറിയില്ല, എഴുതി വയ്ക്കപ്പെട്ടിട്ടില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥയാണ് ഈ ഗോകർണൻ്റെയും ദുന്ദുകാരുടെയും കഥ. ആ കഥ എല്ലാവർക്കും അറിയാം. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. അപ്പോൾ ആദ്യം ആ കഥയൊന്ന് ഇവിടെ നമ്മൾ
പീഠത്തിലിരിക്കുമ്പോൾ അത് പറയേണ്ടതുള്ളതുകൊണ്ട് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ ഒരു തത്വം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഗോകർണൻ്റെയും ദുന്ദുകാരുടെയും ജനനം ഒരു വിചിത്രമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നോക്കൂ, അവരുടെ അച്ഛൻ്റെ പേരിട്ടിരിക്കുന്നത് ആത്മദേവൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. പേരിൽ പോലും കിടക്കുന്നുണ്ടോ? ആത്മദേവൻ എന്ന് പറഞ്ഞൊരു ബ്രാഹ്മണൻ, അയാൾക്ക് എല്ലാവിധത്തിലുള്ള അറിവുമുണ്ട്, മിടുക്കനാണ്, ഒക്കെയാണ്. കുഞ്ഞുങ്ങളില്ല. ഭാര്യ ദുന്ദുകാരി എന്ന് പേരുള്ള, ദുന്ദുലി എന്ന് പേരുള്ള ഭാര്യ. അവൾക്കാണെന്നുണ്ടെങ്കിൽ ഭർത്താവ് എങ്ങനെയാണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരാൾ, പരദൂഷണം, ഇങ്ങനെ ചുമ്മാ വർത്തമാനം പറയുക, സമയം കളയുക, അങ്ങനെയുള്ള ഒരാൾ. ആത്മദേവൻ്റെ ഏറ്റവും വലിയ വ്യഥ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളില്ല എന്നുള്ളതാണ്. പേര് ആത്മദേവൻ, പക്ഷേ കുഞ്ഞുങ്ങളില്ല എന്ന് വ്യഥ. അതായത് സംസാരത്തിൽ പെട്ട് കിടക്കണു. നാരായണൻ എന്ന് പേരുണ്ടെങ്കിലും പരമദുഷ്ടനാവാമല്ലോ. അതുപോലെ ആത്മദേവൻ പേരുള്ളവന് ആത്മജ്ഞാനില്ല. ഈ കോൺട്രഡിക്ഷൻ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ആ കോൺട്രഡിക്ഷൻ ഞാൻ ആരോപിച്ചതല്ല, അത് വരും. ഇനി ഇദ്ദേഹം അവസാനം വിഷമിച്ച് കാട്ടിപ്പോവും. കാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു സന്യാസിയെ കാണും. സന്യാസി ചോദിക്കും, ഇയാൾ ആത്മഹത്യ ചെയ്യാൻ പോവുക. അപ്പോൾ സന്യാസി ചോദിക്കും, എന്തിനാ ആത്മഹത്യ ചെയ്യണം? അല്ല, എനിക്ക് മക്കളില്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകണം, എൻ്റെ ഭാര്യയാണെങ്കിൽ ശരിയല്ല, എനിക്ക് ആത്മഹത്യ ചെയ്താൽ മതി. അപ്പോൾ പറയും, അദ്ദേഹം അവിടെ പിടിച്ചിരുത്തി ശാന്തനൊക്കെ ആക്കി, അത് പല പാഠഭേദങ്ങൾ ഉണ്ടാക്കാതാക്കി. ഞാൻ തന്നെ ഭാഗവതത്തിൻ്റെ വേറെ പല ടെക്സ്റ്റുകളിലും ഭയങ്കര രസമായിട്ടുള്ള ഇവരുടെ സംഭാഷണത്തിൻ്റെ വിസ്തൃതമായിട്ടുള്ള ശ്ലോകങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എന്താണെങ്കിലും അതിൻ്റെ ചുരുക്കം അതാണ്. സന്യാസി ആദ്യം കയറിയിട്ട് ഉടനെ തന്നെ ഇപ്പം ഇന്ന് കഥയെ പറഞ്ഞു, എന്നാ ഒരു പഴം പിടിച്ചോ, ഭാര്യയ്ക്ക് കൊണ്ടു കൊടുത്തോ എന്ന് പറയുന്നില്ല. എന്തിനാ വെറുതെ കുട്ടികളെ ആശിക്കണത്? സന്യാസധർമ്മമല്ലേ ഏറ്റവും നല്ല ധർമ്മം. നീ എന്തായാലും ഇതൊക്കെ ഉപേക്ഷിച്ച് വന്നു, മനസ്സിനെ ബ്രഹ്മത്തിൽ ഉറപ്പിച്ചിട്ട് ശരീരം വിട്, ഈ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ ഈ കുറേ ഉപദേശിച്ച് കഴിയുമ്പോൾ ആത്മദേവൻ എന്ന പേരിൽ ഇദ്ദേഹം പറഞ്ഞു, ഇതൊന്നും എൻ്റെ തലയിൽ കയറില്ല, എനിക്ക് പറ്റുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാവാനൊരു വഴി പറഞ്ഞു തരും. അപ്പോൾ പറയും, വെറുതെ പ്രാരബ്ധം ചോദിച്ചു വെക്കണോ? ഇതേ കഥ വൃത്രാസുരൻ്റെ പൂർവ്വകഥ പറയുമ്പോഴും വരും. വൃത്രാസുരൻ്റെ പൂർവ്വകഥ, ചിത്രകേതുവിൻ്റെ കഥ പറയുമ്പോഴും ഇത് വരും. അവിടെയും അങ്കിരസ് മഹർഷിയുടെ അടുത്ത് ചോദിച്ച് വാങ്ങും ഒരു കുട്ടിയെ, ആ കുട്ടി മരിച്ചും പോവും. അതേപോലെ ഇവിടെ പ്രാരബ്ധം ചോദിച്ച് വാങ്ങുകയാണ്. കുഞ്ഞുങ്ങളില്ലാതിരുന്നത് പൂർവ്വകർമ്മത്തിൻ്റെ ഫലം കൊണ്ടാണ്, അത് അങ്ങനെ തീർന്നു പോവും. ഇവിടെ ചോദിച്ച് പുത്രകാമേഷ്ടി, ആ വഴിപാട് ഈ വഴിപാടൊക്കെ ചെയ്ത് മേടിക്കും. അനാരോഗ്യമുള്ള ശിശുക്കളായിരിക്കും, ചിലപ്പോൾ അല്പായുസുകളായി പോവും. ആഗ്രഹം കൊണ്ടാണ്, കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാണെങ്കിലും ആത്മദേവൻ ചോദിച്ചു, ഒരു പഴം കൊടുത്തു, കണ്ടീഷൻ പറഞ്ഞു, 1 വർഷക്കാലം വ്രതം പോലെ ഇരിക്കണം, അസത്യം പറയരുത്, ശുചിയായിട്ടിരിക്കണം, ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ കണ്ടീഷൻസൊക്കെ ആയിട്ട് ഇദ്ദേഹം തുള്ളിച്ചാടി വീട്ടിൽ വന്ന് ഭാര്യ എടുത്തത് കൊടുത്തു. ഭാര്യ വലിയ സന്തോഷമൊക്കെ അഭിനയിച്ചു. പിന്നെ ഉള്ളിൽ പോയി കഴിഞ്ഞിട്ട് ഒന്ന് ആലോചിച്ചു, ഈശ്വര ഇതൊക്കെ കഴിച്ചാൽ എങ്ങനെയാണ് ഞാൻ പരദൂഷണം പറയാണ്ടിരിക്കുക? എനിക്ക് പറ്റില്ല, ഉറക്കം വരില്ല. അങ്ങനെ ഈ പറഞ്ഞ ചിട്ടകളൊന്നും പാലിക്കാൻ പറ്റില്ല. മാത്രമല്ല, ഇനിയിപ്പോൾ ഗർഭിണിയായാലോ അതിൻ്റെ ബുദ്ധിമുട്ട് വേറെ, അരുചി വരും, പലതും കഴിക്കാൻ പറ്റില്ല, പിന്നെ വയ്യാണ്ടാവും, സൗന്ദര്യം പോവും, പാല് കൊടുക്കേണ്ടി വരും കുട്ടിക്ക്. ഇതൊക്കെ ആലോചിച്ച് കുട്ടിയെ വളർത്തുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ ആലോചിച്ച് അതിൻ്റെ മലമൂത്രാദികൾ പോരണം, ഇങ്ങനെയൊക്കെ ആലോചിച്ച് വിഷമിച്ചിട്ട് ഇതിനിപ്പോൾ എങ്ങനെ ഭർത്താവിനെ ഒന്ന് പറ്റിക്കുക എന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിന് ഇത്ര വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ല എന്നുള്ള വിഷമം ഇവൾക്ക് ഇങ്ങനെ. അങ്ങനെ അവളുടെ അനിയത്തി ആ സമയത്ത്, അവൾ ഗർഭിണിയാണ്, അവൾ വരും, അവൾക്ക് ഈ പഴം കാണിച്ചിട്ട് പറയും, ഇതിങ്ങനെ ഒരു പുലിവാല് വന്ന് പെട്ടിട്ടുണ്ട്, ഞാൻ എന്താ വെച്ചാൽ ചേച്ചി ടെൻഷൻ ആവണ്ട, എൻ്റെ ഭർത്താവിന് കുറച്ച് കാശ് കൊടുത്താൽ മതി, ഞാൻ പ്രസവിക്കുന്ന കുട്ടിയെ തരാം. അങ്ങനെ അവൾ പ്രസവിച്ച കുട്ടിയെ അവളുടെ ഭർത്താവ് ഇവിടെ കൊണ്ടുവന്നിട്ട് കൊടുക്കും. ഈ ആത്മദേവനെ പറ്റിക്കുകയും ചെയ്യും. അതായത് ആത്മദേവൻ്റെ അടുത്ത് പറയും, ഞാൻ പ്രസവിച്ച കുട്ടിയാണ്. ഇവൾ ചില ഗർഭമൊക്കെ അഭിനയിച്ച് അതൊക്കെ ഉണ്ട്. ആ ഭർത്താവ്, പെങ്ങളുടെ അനിയതയുടെ ഭർത്താവ് കാശ് വാങ്ങി പോവുകയും ചെയ്യും. ഇവളാണെന്നുണ്ടെങ്കിൽ ആ കിട്ടിയ പഴത്തിനെ ആ തൊഴുത്തിലെ പശുവിന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് തിന്നോട്ടെ. അതേ സമയത്ത് പശുവും പ്രസവിച്ചു. പശു പ്രസവിച്ചത് മനുഷ്യക്കുട്ടി, ഒരു ചെവി പശുവിൻ്റെ. അതുകൊണ്ട് ഗോകർണൻ എന്ന് പേരിട്ടു. ഇതിനൊക്കെ അർത്ഥമുണ്ട്. അതൊക്കെ പറയാനിരുന്ന ഒരുപാട് സമയം പോകും. ഗോകർണൻ എന്തുകൊണ്ട് ഒരു ചെവി പശുവിൻ്റെ ആയി എന്ന് വെച്ചാൽ, പശുവിൻ്റെ ചെവിയിൽ കൂടെയാണ് വേദം കേൾക്കുക, വേദശ്രവണം ചെയ്യണമെന്നാണ് അതിൻ്റെ അർത്ഥം. ശരിക്കും വേദത്തിൻ്റെ മഹത്വം പറയാനാണ് അങ്ങനെ ഒരു കഥാപാത്രത്തിനെ പത്മപുരാണത്തിൽ, അതും വ്യാസമഹർഷി എഴുതിയതാണല്ലോ, അത് എഴുതി വെച്ചിട്ടുള്ളത്. മറ്റേ അനിയത്തി പ്രസവിച്ചത് ഒരു മഹാഭാവിയായിരുന്നു, അവനാണ് ദുന്ദുകാരി. ആത്മദേവൻ കുറേ കാലം മകനെ നല്ല രീതിയിൽ വളർത്താൻ നോക്കി. ഗോകർണൻ നല്ല കുട്ടിയായിട്ട് വളർന്നു, ദുന്ദുകാരി മഹാദ്രോഹിയായിട്ട് വരുന്നു. അച്ഛൻ എന്ത് പറഞ്ഞാലും അതിനെതിരെ പറയും. അവസാനം മകൻ്റെ ശല്യം സഹിക്കാണ്ടിരിക്കുന്ന സമയത്ത്, ഗോകർണൻ വളരെ ശുദ്ധശീലനായിട്ടുള്ള ആളാണ്, അദ്ദേഹം തീർത്ഥാടനത്തിനൊക്കെ പോയിട്ട് ഒരു ദിവസം തിരിച്ചു കൊണ്ടുവരും, അച്ഛൻ ഇനിയെങ്കിലും അന്നാ സന്യാസി പറഞ്ഞ് മനസ്സിലാക്ക്, ഇതൊക്കെ വിട്ടിട്ട് പോ എന്ന് പറഞ്ഞിട്ട് അച്ഛനെ തീർത്ഥാടനത്തിന് പറഞ്ഞേക്കും. അദ്ദേഹം പോയി മോക്ഷം നേടിയെന്നാണ്. പക്ഷേ ഇവിടെ ദുന്ദുകാരി അതോട് കൂടിയിട്ട് അങ്ങോട്ട് തകർക്കാൻ തുടങ്ങി. ഈ
പറ്റിച്ച അമ്മയെ തന്നെ ഇട്ടിട്ടാണ് ആദ്യം നമ്മുടെ കയ്യിൽ നിന്ന് സ്വർണവും പണമൊക്കെ പിടുങ്ങിക്കൊണ്ടുപോകും. അവസാനം അവൻ്റെ വേശ്യകൾക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് അവന് പണം കിട്ടാതെ വന്നപ്പോൾ അമ്മയെ തള്ളി കിണറ്റിൽ വിട്ടുവന്നു. അമ്മയെ തള്ളി കിണറ്റിലിട്ട് കിണറ്റിൽ കിടന്ന അമ്മ മരിച്ചുപോയി. ഗോകർണൻ അപ്പോഴേക്കും നാട് വിട്ട് തീർത്ഥാടനത്തിന് പോയിരുന്നു. ഈ 4 വേശ്യാസ്ത്രീകളും ഇവൻ്റെ അടുത്ത് സ്വർണവും പണ്ടൊക്കെ കൊണ്ടുതരാൻ പറയും. ഇവൻ എവിടുന്നോ ഒരു സ്ഥലത്തുനിന്ന് കുറേ സ്വർണം കൊണ്ടു കൊടുത്തു. ഇത്രയും സ്വർണം കണ്ടപ്പോൾ അവർക്ക് സന്തോഷമായി. പക്ഷെ മുറി കൊണ്ടിട്ട് അവർ ഇയാൾ ഇത് എവിടുന്ന് കട്ടുകൊണ്ട് വന്നാണോ, ഇനി കൊട്ടാരത്തിൽ നിന്ന് ഒറ്റയാണെങ്കിൽ ഇപ്പോൾ പോലീസ് പുറകെ വരും, പട്ടാളക്കാർ വരും, നമ്മളെയും പിടിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവനെ കൊന്നിട്ട് നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടണം എന്ന് പറഞ്ഞ് അന്ന് രാത്രി അവനെ അടിച്ചും കുത്തിയും ഒക്കെ കൊല്ലാൻ നോക്കിയിട്ട് സാധിക്കാതെ അവസാനം അവൻ്റെ പ്രാണം പോകാത്ത കാരണം അവൻ്റെ മുഖത്ത് കൊണ്ട് ചുടുവെള്ളം ഒഴിച്ച് അങ്ങനെ വളരെ ബീഭത്സമായിട്ട് അവനെ വധിക്കുകയാണ്. അവനെ എന്നിട്ട് എടുത്ത് കിണറ്റിലും തള്ളിയിട്ടു. ഈ അമ്മയെ തള്ളിയിട്ടാണ് കർമ്മം വരിക എന്നാണ്. അപ്പോൾ ആ കിണറ്റിലും തള്ളിയിട്ടിട്ട് അവരവിടെ നിന്ന് ഓടിപ്പോയി എന്നാണ്. ഇവൻ പ്രേതമായി. ഗോകർണൻ ഇത് എവിടെയോ വെച്ച് കേട്ടപ്പോൾ കേട്ടാലാ വില. ഉടനെ വില ആചരിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഇവിടെ പോയി ഗയയിൽ ചെന്ന് ഗയാശ്രാദ്ധം ചെയ്തു. ഇന്നത്തെ മാതിരി തട്ടിപ്പ് ശ്രാദ്ധമല്ല, 6 മാസമാണ് യഥാർത്ഥ ഗയാശ്രാദ്ധം. ഇന്നൊന്നും ആരും അത് ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്താൽ വിഷ്ണുവിൻ്റെ ഭാഗത്തിലേക്കും. അല്ലാണ്ട് ഇന്ന് തന്നെ അടുത്ത നമുക്ക് 80 വയസ്സാവണ വരെയുള്ള ഭക്ഷണം ഇന്ന് രാത്രി കഴിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അതുകൊണ്ട് കൊല്ലം ശ്രാദ്ധം കൊടുക്കുക തന്നെ വേണം. അല്ലാണ്ട് ഞാൻ അവിടെ കൊണ്ടുപോയി സമർപ്പിച്ചു ഇതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. അത് പുനർജനിച്ചോ എന്ന് അന്വേഷിക്കേണ്ടത് നമ്മുടെ ജോലിയല്ല. അപ്പോൾ ഗയാശ്രാദ്ധം വിധിപ്രകാരം ചെയ്തു എന്നാണ്. വിധിപ്രകാരം ചെയ്ത് ചേട്ടൻ്റെ ആത്മാവിനെ വിഷ്ണുവിലൊക്കെ ലയിപ്പിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് മൂപ്പര് നാട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ വീടൊക്കെ ഇങ്ങനെ തകർന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിലത്തൊക്കെ കരിയിലും ഇതൊക്കെയായിട്ട് വീട്ടിൽ കയറി വാതിലൊക്കെ തുറന്ന് കിടക്കണം. അവിടെ കയറി കടന്നു വന്നു. രാത്രി കടന്നു കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ശബ്ദങ്ങളൊക്കെ തൊട്ടടുത്ത് നോക്കുമ്പോൾ വിചിത്ര ശബ്ദത്തിൽ എന്തോ ഇങ്ങനെയൊക്കെ ഒരു പിശാചിനെ കാണാം. ആ പിശാചിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇദ്ദേഹം കയ്യിലുള്ള കമണ്ടലിൽ നിന്ന് ജലം എടുത്ത് ഗായത്രി ജപിച്ചിട്ട് തെളിച്ചപ്പോഴാണ് അത്ര അതിന് സംസാരിക്കാനുള്ളൊരു പുണ്യം കിട്ടിയത്. പ്രേതാവസ്ഥ എന്താണെന്നുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് വഴിയെ വരും അവസരം ഞാൻ വിസ്തരിച്ച് പറഞ്ഞുതരാം. എങ്ങനെയാണ് ശരീരം വിട്ട് കഴിഞ്ഞാൽ ഇരിക്കാമെന്ന്, അത് ആത്മഹത്യ ചെയ്താൽ അല്ല നാച്ചുറൽ ഡെത്ത് ആണെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ വിസ്തരിച്ച് പറയാം. അതൊക്കെ പറയാൻ പറ്റിയ ആളകത്തിരിക്കുന്നത്. സ്വാമിയുടെ മുന്നിൽ നിന്ന് അതൊക്കെ പറയണ്ടോ. ശാസ്ത്രതാവണം അടിച്ച് പഠിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ സംസാരിക്കാറാവുമ്പോൾ പറയും, ഞാൻ നിൻ്റെ ചേട്ടനാണ്, പിശാചായി ഇത് ഈ അവസ്ഥയെന്ന് പറയും. അയ്യോ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഗയാശ്രാദ്ധം ചെയ്താലേ പറയും. അതൊന്നും കാര്യമില്ല. അങ്ങനെ ഗോകർണൻ മഹത്തുക്കളായിട്ടുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് സപ്താഹം നിശ്ചയിച്ച് ദുണ്ടുകാരിക്ക് വേണ്ടിയിട്ട് സപ്താഹത്തിന് പന്തലിട്ട് സപ്താഹം തുടങ്ങുന്ന സമയത്ത് അവിടെ 7 മുട്ടുള്ള ഒരു മുളയുണ്ടായിരുന്നു. ആ 7 മുട്ടുള്ള മുളയുടെ ഏറ്റവും താഴെയുള്ള ദ്വാരത്തിൽ കൂടെ പ്രവേശിച്ചിട്ടാണ് ഈ പ്രേതം ആ കഥ കേൾക്കണം. അതായത് ഇപ്പോൾ നമുക്കിത് ഈ ഹാളിലൊരു മുള ഉണ്ടെങ്കിൽ ആ മുളയുടെ ഉള്ളിലാണ് ഇതിരിക്കുന്നത്. അതിന് 7 മുട്ടാണ്, 7 നോഡ്സാണ്. 1ാമത്തെ ദിവസത്തെ വായന കഴിഞ്ഞ് അവസാനിപ്പിച്ച സമയത്ത് ടേന്നൊരു ശബ്ദം കിട്ടും. 1ാമത്തെ മുട്ട് പൊട്ടി. 2ാം ദിവസം 2ാമത്തെ മുട്ട്, ഇങ്ങനെ പൊട്ടി 7 ദിവസം 7 മുട്ടും പൊട്ടി. നമ്മളിത് കഥയായിട്ട് കേട്ട് നമ്മുടെ പാട്ടിനും 7 മുട്ട് നമ്മുടെ അകത്തൊക്കെ ഉണ്ട്. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. 7ാമത്തത് അവിദ്യ, അതായത് ഞാൻ ഈ ശരീരമാണെന്നുള്ള നമ്മുടെ വിചാരം. അതും പൊട്ടുമ്പോഴേ മോക്ഷമുള്ളൂ. അല്ലാണ്ട് വൈകുണ്ഠത്തുനിന്ന് കുറേ മാലകളൊക്കെ അണിഞ്ഞ് ഭഗവാന്റെ ആൾക്കാർ വന്നു എന്നുള്ള അങ്ങനെ വരണമെങ്കിൽ നമ്മൾ അവനവനെ തിരിച്ചറിയണം. അല്ലാണ്ട് നാരായണ സ്വരൂപനാണ് ഞാൻ എന്ന് തിരിച്ചറിയണവനെ നാരായണനെ കിട്ടുള്ളൂ, അല്ലാതെ കിട്ടില്ല. വ്യാസപീഠത്തിലിരുന്നാ പറയും. ആ ഇതിൻ്റെ അവസാനത്തിൽ ദുന്ദുകാരിക്ക് മോക്ഷം കിട്ടിയപ്പോൾ ഗോകർണൻ ചോദിച്ചു, ഇത്രയും പേര് കേട്ടതല്ലേ, അവർക്കൊന്നും എന്താ മോക്ഷം കിട്ടാത്തത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ദുന്ദുകാരി മാത്രമാണ് അന്നപാനങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഭക്ഷണം പോലും കഴിക്കാണ്ട് പകൽ മുഴുവൻ കേട്ടതിന് രാത്രി മുഴുവൻ ഇരുന്ന് മനനം ചെയ്യും, ആലോചിക്കും. അതുകൊണ്ട് അവന് പരീക്ഷത്തിന് കിട്ടി അതേ ഫലം കിട്ടി, അവന് മോക്ഷം കിട്ടി. നമ്മളൊക്കെ അത് കഴിഞ്ഞാൽ വീട്ടിൽ പോയാൽ വീണ്ടും നമ്മളതിലേക്ക് പോയി, പ്രാരബ്ധത്തിൽ പോയി. അവിടെ ഇരിക്കുമ്പോൾ തന്നെ വേറെ 10 കാര്യം ചിന്തിക്കണം. ഇപ്പം തന്നെ എത്ര പേർക്ക് വിശക്കുണ്ടാവും അറിയോ? തെറ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കോഴ്സിൽ അതുകൊണ്ട് നമ്മൾ 100 സപ്താഹം കേട്ടാലും അതാണ്. അപ്പോൾ ദുന്ദുകാരിയുടെ മോക്ഷം കണ്ടു കഴിഞ്ഞപ്പോൾ അതിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അതിന്ന് പാഠം ഉൾക്കൊണ്ട് അവർ വീണ്ടും സപ്താഹം വയ്ക്കുകയാണ്. വീണ്ടും അതേ മണ്ഡപത്തിൽ വീണ്ടും വായിച്ച് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ആ സകല ലോകവാസികളെ മുഴുവൻ, ആ ഗ്രാമവാസികളെ മുഴുവൻ വൈകുണ്ഠത്തിൽ കൊണ്ടുപോയി എന്ന് പറയുന്ന ഒരു മഹൽ കഥ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഭാഗവതം നമ്മൾ നാളെ മുതൽക്ക് നമ്മൾ
കേട്ട് കേട്ട് പോകുമ്പോൾ ബ്രഹ്മസംബന്ധിയായിട്ട് ഗുരുവായൂരപ്പൻ സാക്ഷാൽ പരബ്രഹ്മം, അല്ലാണ്ട് വെറുതെ നാരായണീയത്തിൽ അതിനെ സന്ദ്രാനന്ദാവ ബോധാത്മകം അവബോധം ബോധം എന്നാണ് പറഞ്ഞത്. കട്ട പിടിച്ച് കിടക്കണ ആനന്ദത്തിൻ്റെ ബോധം, ബോധത്തിനെ തിരിച്ചറിഞ്ഞാൽ അതിൻ്റെ ഉൽപ്പന്നം ആനന്ദ, ഓട്ടോമാറ്റിക്കലി ആനന്ദം അവിടെ വന്നിരിക്കും, അല്ലാണ്ട് വേറൊരു വികാരം അവിടെ വരില്ല. അതുകൊണ്ടാണ് തത്താവദ്ഭാതി എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മതത്വം എന്ന് പറഞ്ഞത്. ആ ഗുരുഭവനപുരം ഞാൻ എല്ലാ പ്രഭാഷണത്തിലും പറഞ്ഞത്, അത് ഗുരുവായൂരെന്ന് പറഞ്ഞ സ്ഥലമല്ല. ഗുരുവായ വായു, പ്രധാന വായു, പ്രാണൻ ഓടുന്ന നമ്മുടെ ഈ ശരീരമാണ് ഗുരുഭവനപുരം. ഇതിൻ്റെ അകത്തിരിക്കുന്ന ബ്രഹ്മതത്വത്തിനെയാണ് ഭട്ടതിരിപ്പാട് പറഞ്ഞത്. അതുകൊണ്ടാണ് പൂമുള്ളി 6-ാം തമ്പുരാൻ 400-ാം വാർഷികത്തിന് വന്നപ്പോൾ സത്രം ഹാളിൽ വെച്ചിട്ട് പറഞ്ഞത്രേ, ഭട്ടതിരിക്ക് വാദമൊന്നും വരുന്നില്ല, അത് മനസ്സിൻ്റെ പ്രശ്നമായിരുന്നു എന്ന്. അതാണ് മനോരോഗശാന്തിക്കാണെന്ന് ഭഗവാനെ ഭജിച്ചത്. പൂമുള്ളി 6-ാം തമ്പുരാൻ പറഞ്ഞ, ശരത്തേരദാസം പറഞ്ഞല്ല. അതെത്ര കാരണം നാരായണീയത്തിലെ ഓരോ ശ്ലോകവും എടുത്താൽ ഭട്ടതിരി ഭാഗവതത്തിനെ ധ്യാനിച്ചുണ്ടാക്കിയ ചാറാത്. ഭാഗവതത്തിനെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് നാരായണീയം പഠിച്ചാൽ മനസ്സിലാവും. ഇത്രയും പറഞ്ഞ് ഭാഗവത മഹാത്മ്യ പ്രഭാഷണത്തിന് പൊന്നുഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ എൻ്റെ ആചാര്യൻ്റെ ഭാഗത്ത് നമസ്കരിച്ചുകൊണ്ട് ആ ശ്രീധർമ്മശാസ്താവ് സ്വാമിയുടെ തൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സ്വാമിയേ ശരണമയ്യപ്പ.